ആത്മസംസ്കാരത്തിന്, ആത്മീയ സംസ്കാരത്തിന് ചേർന്നതാണോ അധ്യാത്മ സംസ്കാരത്തിന് എന്ന് പറഞ്ഞ് ആത്മാവിൻ്റെ ആ ഗുണാശ്രയത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. 5-ാമത്തെ സ്കന്ധത്തിലാണല്ലോ രഘുഗണൻ്റെ കഥ. രഘുഗണൻ രാജാവ് പല്ലക്കിൽ പോവുക. അപ്പം അന്നത്തെ കാലത്തൊക്കെ പല്ലക്കിലാണ് യാത്ര. 4 ആൾ മിനിമം ചുമക്കാൻ വേണം ഒരാളുടെ ഭാരം എടുക്കാൻ. ഒരാൾക്ക് എത്ര ഭാരം ഉണ്ടാവും? ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു 70 കിലോ 80 കിലോ വരെയൊക്കെ വയ്ക്കാം. അപ്പോൾ ഒരാൾക്ക് എത്ര എടുക്കണം? 20 കിലോ എടുക്കണം. 20 കിലോ ചുമലിലെടുക്കാം ഒരു പുരുഷന്. അപ്പം 4 ആൾ കൂടി എടുത്തു പോയി. അങ്ങനെ പോയപ്പോൾ ഒരാൾക്ക് ഇത്തിരി ക്ഷീണം തോന്നി. അപ്പോൾ അടുത്ത് കണ്ടപ്പോൾ ഒരു തടിമാടനെ കണ്ടു. രാജാവാണല്ലോ, ചെന്ന് വിളിച്ചു, പല്ലക്ക് ചുമക്കാൻ വിളിക്കണമെന്ന്. തടിമാടൻ ഒന്നും പറഞ്ഞില്ല, അവിടെ ചെന്ന് നിന്നു. എന്നിട്ട് ചുമൽ കൊടുത്തു. ബാക്കിയുള്ള 3 ആൾക്കാരുണ്ട്. അദ്ദേഹം ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് ബാക്കി 3 ആൾ നടക്കണ മാതിരിയല്ല തടിമാടൻ നടക്കുന്നത്. തടിമാടൻ്റെ നടത്തത്തിലൊരു വ്യത്യാസമുണ്ട്. അദ്ദേഹം ഏതാണ്ടൊരു വിൽപ്പാട് നോക്കിയിട്ട് അങ്ങനെ പോണത്. ദൂരത്തേക്ക് നോക്കണില്ല. ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ സ്പീഡ് കുറയും. ഇങ്ങനെ നടക്കുമ്പോഴേ വേഗം കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ പതുക്കെ നോക്കി നടക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ കാലിൻ്റെ അടി ഒന്ന് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി. ഒരാൾ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ബാക്കിയുള്ളവർ 3 പേരെന്താ ചെയ്യുക? അവർക്കത് മനസ്സിലായിട്ടല്ല, ഒരുമിച്ചല്ലല്ലോ ഈ മാറണത്. ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടിയിട്ടൊരു കൺഫ്യൂഷൻ അവിടെ. രാജാവിന് വലിയ അസ്വസ്ഥത. പല്ലക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം. ഇതെന്താ അത് ഇളക്കം? ആകപ്പാടെ കൂടി ദേഷ്യം വന്നു. എന്നാൽ രാജാവാണ്. അദ്ദേഹം ഉടനെ ഈ മനുഷ്യനെ വിളിച്ച് നോക്കി പറയുകയാണ്. ആരോട്? ഭരതമുനി. അദ്ദേഹം ജഡഭരതൻ അദ്ദേഹത്തിൻ്റെ. എന്താ പറഞ്ഞത്? അഹോ കഷ്ടം ഭ്രാതരി ഒരു പരിശ്രാന്തോ ദീർഘമധ്വാനമേവ ഊഹിവാൻ സുചിരം നാതി പീവ ന സംഹനനാംഗോ ജരസാചോപദ്രുതോ ഭവാൻ സഖേ നോ ഏവാപര ഏതേ സംഘട്ടിന ഇതി അഹോ കഷ്ടം. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? സംസ്കൃതമാണ് അദ്ദേഹം പറഞ്ഞത്. വ്യംഗ്യമായിട്ട് പറയുക. കുറ്റം പറയുകയാണ്, ഭർത്സിക്കുകയാണെന്ന് വെച്ചോളൂ. ആ പറഞ്ഞത് എങ്ങനെയാ? ഒരു അവഹേളന രൂപത്തിലാണ് പറയുന്നത്. അഹോ കഷ്ടം, ഭ്രാതാവേ വളരെ കഷ്ടം, വളരെ ദൂരം നടന്നിരിക്കുന്നു, വളരെ പരിശ്രാന്തനാണ്, ക്ഷീണിതനാണ്. ഈ വഴി വളരെ നീളം കൂടിയതാണ്. ഒറ്റയ്ക്കാണ് അങ്ങ് വഹിക്കണത് മുഴുവനും. കുറേ നേരമായി. അങ്ങയ്ക്ക് തടിയൊന്നുമില്ല, വളരെ മെലിഞ്ഞവനാ, കൃശകാത്തരനാണ്. അംഗങ്ങൾക്ക് വലിയ ബലമില്ല, ഒക്കെ ബലഹീനനാ. ജര പിടിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ നല്ല ബലമുള്ളവരും യുവാക്കളും ശക്തിയുള്ളവരുമാണ്. അതുകൊണ്ട് വളരെ കഷ്ടം, അഹോ കഷ്ടം എന്നിങ്ങനെ പറഞ്ഞു അത്രേ. അപ്പം ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഈ ഭരതമുനി നടക്കണത് ശരിയാവണില്ല എന്നുള്ളത് കണ്ട് കുറ്റായിട്ട് പറയുകയാണ്, ഒരു പുച്ഛരൂപത്തിൽ. പക്ഷേ പറഞ്ഞതൊക്കെ വ്യംഗ്യരൂപത്തിൽ, വ്യംഗ്യഭാഷ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞത് കുറച്ച് നമുക്കത് എങ്ങനെ നേരിടണു എന്നുള്ളതിനാണ് ഞാനിത് ഉദാഹരിക്കുന്നത്. ത്വയോദിതം വ്യക്തം അവിപ്രലബ്ധം. കേട്ടോളൂ. അത് സംസ്കൃതത്തിൽ ശ്രീമദ് ഭാഗവതം ഓരോ സന്ദർഭങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ആ കാവ്യവും അതിൻ്റെ അക്ഷരങ്ങളും വൃത്തങ്ങളും എല്ലാം എത്ര വിശേഷമായിട്ടുണ്ട്. ത്വയോദിതം വ്യക്തം അവിപ്രലബ്ധം ഭർത്തുസമേ സ്യാത് യതി വീരഭാര ഗന്ധുർയതി സ്യാത് അധിഗമ്യമധ്വാ പീവേതി രാശൗ ന വിദാം പ്രവാദ. ഞാനിത് എന്തിനാ പറയണേന്നറിയോ നിങ്ങൾക്ക്? ഭാവനാബലമുണ്ടോ മനസ്സിലാക്കാൻ? എത്ര സന്ദർഭങ്ങളാണ് വരുന്നത്. ആ സന്ദർഭങ്ങളൊക്കെ ഉപയോഗിച്ച് തത്വജ്ഞാനികൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതിനെ നേരിടുന്നത്, കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. തത്വജ്ഞാനികൾ ഉപായപ്പെട്ടവരല്ല. അവർക്ക് ആരുമറിയാത്ത ചില യോഗ്യതകളുണ്ട്. ചില യോഗ്യതയില്ല, ആരുമറിയാത്ത മഹത്വമുണ്ട്. ആ മഹത്വമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും അത് തിരിച്ചറിയാൻ പറ്റുന്നവരല്ല. പലരും പലതരത്തിലാണ് പെരുമാറുക. ഈ ഭരതനെ പോലെയുള്ള ഒരു ഭരതമുനിയോട് പല്ലക്ക് ചുമക്കാൻ രാജാവ് പറയാൻ പാടില്ലാത്തതായിരുന്നു. ബാക്കി കൂടെ ചുമക്കുന്നവർ പോയി പിടിച്ചുകൊണ്ട് വന്നാലും അദ്ദേഹം അതിൻ്റെ ഗുണദോഷം അറിഞ്ഞു വേണം പറയാൻ. ഒരു മഹർഷിയുടെ അടുത്ത് യദു ചക്രവർത്തി അവധൂതനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ കൂടെ വാള് പിടിക്കാൻ വരൂ എന്ന് പറഞ്ഞില്ല. കണ്ട് മനസ്സിലാക്കി നമസ്കരിച്ച് ഉപദേശം ചോദിക്കുക ചെയ്തത്. ഇവിടെയോ രഘുഗണൻ പല്ലക്കിലിരുന്ന് വിളിച്ചോളൂ എന്നും പറഞ്ഞ് കുറ്റം പറയുക, പുച്ഛിച്ച് സംസാരിക്കുക. അപ്പം അദ്ദേഹം പറയുകയാണത് കേട്ടിട്ട്, ത്വയോദിതം വ്യക്തം അവിപ്രലബ്ധം. അങ്ങ് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് വഞ്ചനാപരമൊന്നുമല്ല, വളരെ ശരിയാ, സത്യം തന്നെയാ. ഭർത്തുസമേ സ്യാത് യതി വീരഭാര. അല്ലയോ വീര, അങ്ങ് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ വളരെ സത്യമാണ്. പരിഹാസ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങ് പറഞ്ഞ വാക്ക് സത്യമാകണം, ശരിയാകണം എന്നുണ്ടെങ്കിലോ ഇവിടെ ഭാരം ചുമക്കാനായിട്ട് ഒരാൾ വേണം, ഒരു ഭർത്താവ് എന്നൊരാൾ വേണം. ഭർത്തുസമേ സ്യാത് യതി വീരഭാര. ഇവിടെ ഭാരം വേണം, ഭാരം ചുമക്കാനായിട്ടൊരു ഭർത്താവും വേണം.
പിന്നെ എന്നോട് പറഞ്ഞില്ലേ ഒറ്റയ്ക്കാണ് ചുമക്കുന്നത്, അങ്ങയുടെ ശരീരം വളരെ തടിച്ചതൊന്നുമല്ല എന്നൊക്കെ വിപരീതാർത്ഥത്തിലാണല്ലോ പറഞ്ഞത്. ഗന്ധുർയതി സ്യാത് അധിഗമ്യമധ്വ, കുറേ ദൂരം നടന്നു, വഴി അകലായി, എത്താനുള്ള സ്ഥലം വളരെ ദൂരെയാണെന്നൊക്കെ പറഞ്ഞുവല്ലോ. ഗന്ധുർയതി സ്യാത്, ഗമിക്കുന്നവൻ പോകുന്നവനായിട്ട് ഇവിടെ വല്ലവരും ഉണ്ടെങ്കിലല്ലേ വഴിയുടെ നീളവും എത്തേണ്ട സ്ഥലവും ഒക്കെ കണക്കാക്കി പറയാൻ പറ്റുള്ളൂ. പിവേതിരാശൗ നവിതാം പ്രവാദ, എന്നെ തടിയനല്ല എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഞാൻ തടിയനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ശരീരത്തിൻ്റെ ഒരു ലക്ഷണമോ ഒരു സ്വഭാവമോ ആണ്. അറിവുള്ളവരാരും ഈ വാക്കുകളെ ഉപയോഗിക്കേ അതിനർത്ഥം കുറിക്കാറോ ഇല്ല. എന്താ കാരണം? ഞാൻ ആത്മജ്ഞനാണ്, ഞാൻ ആത്മാവാണ്. ആത്മാവായിരിക്കുന്ന എനിക്ക് ശരീരമില്ല. ആ ശരീരമില്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ തടിയെക്കുറിച്ച് എന്നിൽ ആരോപിച്ച് അങ്ങ് സംസാരിച്ചതിന് എന്താ അർത്ഥം എന്നിങ്ങനെ നേരുമാർഗത്തിൽ ആ ഭരതമുനി മറുപടി പറയുക. അറിവുള്ളവരാരും ഇത്തരത്തിലുള്ള പദങ്ങളോ ദൃഷ്ടാന്തങ്ങളോ ഒന്നും പറയില്ല. സ്ഥൗല്യം കാർഷ്യം വ്യാധയ ആധയശ്ച, അങ്ങ് പറഞ്ഞുവല്ലോ ഒരു വലിയ ഭാരാണ്, ശരീരം വളരെ കൃശമാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞുവല്ലോ. അങ്ങനെ സ്ഥൗല്യം കാർഷ്യം വ്യാധയ സുഖക്കേടുകൾ, ആധയ മനസ്സിനുള്ള സംഘർഷം, ക്ഷുതൃക് ഭയം വിശപ്പ് ദാഹം ഭയം കലി കലഹം, ഇച്ഛാജരാജ കവിഞ്ഞ ആഗ്രഹം, ജര നിദ്ര ഉറക്കം, രതിഹി ഉത്സാഹം താത്പര്യം, മന്യുഹു കോപം, അഹമ്മദ അഹങ്കാരം ഗർവ്, ശുച ദുഃഖം, ദേഹേന ജാതസ്യ ഹിമേന സന്തി, ദേഹേന ജാതസ്യ ദേഹത്തോടു കൂടി ജനിച്ചവർക്കാണ് ഈ പറയുന്നതെല്ലാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വല്പമെങ്കിലും ദേഹം എന്നുള്ള അഭിമാനമോ തോന്നലോ ഇല്ല. ഞാൻ ദേഹവിലക്ഷണനായിരിക്കുന്ന ആത്മാവാണ്. ആ നിലയ്ക്ക് ഈ ദേഹത്തിൻ്റെ നടത്തം, ഭൂമിയുടെ നടത്തം, ഭൂമി എന്ന് പറയുന്നത് സ്ഥൂല വസ്തുവാണ്. എൻ്റെ ദൃഷ്ടിയിൽ സ്ഥൂല വസ്തു ഇല്ല. പിന്നെ നടക്കുന്നത് കാലാണ്, ഞാൻ കാലല്ലല്ലോ. ചുമക്കണത് എൻ്റെ ചുമലാണ്, ഈ ചുമക്കപ്പെടുന്നത് പല്ലക്കാണ്. ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാസ്തവികമായിട്ടുള്ളതല്ല. അപ്പം അങ്ങ് പറഞ്ഞത് എങ്ങനെയാണ് ശരിയാവുക എന്നുള്ളൊരു മറുപടി പറഞ്ഞ് രാജാവിൻ്റെ ചോദ്യത്തിനെ തന്നെ തകിടം മറിച്ചപ്പോൾ രാജാവിന് തത്വബോധം വന്നു. അയ്യോ വലിയ തെറ്റായല്ലോ, അങ്ങ് ആരാണാവോ എന്ന് ചോദിച്ചു. ഞാൻ ഈ വിവരം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കോഭവാൻ എന്നുള്ളതിനോട് ബന്ധപ്പെടുത്തി രഘൂഗണ ഭരതമുനി സംവാദത്തിലും ഭരതമുനി പറഞ്ഞതിൻ്റെ ആ പൊരുളും ഇത് തന്നെയാണെന്നുള്ളതിന് വേണ്ടിയിട്ട് പറയുകയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി, ബന്ധപ്പെടുത്താൻ വേണ്ടി. ശ്രീമദ് ഭാഗവതം ഇങ്ങനെ അവസരം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, പരമാത്മ സൂചകമായിട്ടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. ഇതാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോഴാണ് രഘൂഗണന് ബോധ്യം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ വലിയ തെറ്റായിപ്പോയി, ഇദ്ദേഹം വലിയൊരു മഹാത്മാവാണ് എന്ന് പറഞ്ഞ് പല്ലക്കൊന്ന് ചാടിയിറങ്ങി കാക്കൽ വീണ് നമസ്കരിച്ച് അവർ തമ്മിൽ വലിയ ഒരു അധ്യാത്മ സംവാദം നടന്നത്. മനസാ വചസാ ദൃശ്യ ഗൃഹ്യതേ അന്യൈരപീന്ദ്രിയൈഃ അഹമേവന മത്തോന്യത് ഇതി ബുദ്ധ്യധ്വമഞ്ജസ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ദൃഷ്ടി അതായത് കണ്ണുകൊണ്ടോ അന്യൈഹി ഇന്ദ്രിയൈഹി അപി ഗൃഹ്യതേ, ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തെല്ലാം ഇവിടെ ഗ്രഹിക്കപ്പെടുന്നുവോ ആ ഗ്രഹിക്കപ്പെടുന്നത് മുഴുവനും അഹമേവ ഞാൻ മാത്രമാണ്. ന മത്തോന്യത് ഇതി ബുദ്ധ്യധ്വം, എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അഞ്ജസ, പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ചോദ്യത്തിൻ്റെ മറുപടി നോക്കിക്കോളൂ. കോഭവാൻ എന്നാണ് ചോദ്യം, നിങ്ങൾ ആരാണ്? ആ ആരാന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദൃഷ്ടി കൊണ്ടും എന്തെല്ലാം ഇവിടെ ഗ്രഹിക്കുന്നുവോ അത് മുഴുവനും മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലുള്ളത്. അത് ബുദ്ധിയുമായി. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത്. നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഗ്രഹണവും അന്തരംഗം കൊണ്ടുള്ള ഗ്രഹണം ഇങ്ങനെ രണ്ടെണ്ണേ ഉള്ളൂ. അങ്ങനെ എന്തുണ്ടെങ്കിലും അത് മുഴുവനും ഞാൻ എന്ന് പറയുന്ന ഒരു സത്താവിശേഷം മാത്രമാണ്. അതിൻ്റെ വിലാസം, അതിൻ്റെ പ്രസരണം, അതിൻ്റെ തന്നെ പ്രകടനം മാത്രമാണ്, വേറെ ഒന്നുമില്ല എന്ന് നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. ഗുണേഷ്വാവിശതേ ചേതോ ഗുണാശ്ചേതസി ച പ്രജാഃ ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മദാത്മനഃ. ഉദ്ധവൻ്റെ ചോദ്യം വലിയൊരു ചോദ്യമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ ആവും. നമ്മുടെ മനസ്സ് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ, പ്രത്യേകിച്ചും കണ്ണിലൂടെയും കാതിലൂടെയും പുറമേയുള്ള വസ്തുക്കളുടെ പിന്നാലെ പോവുക. അവിടെ എന്തുണ്ട്, ഇവിടെ എന്തുണ്ട്, അവരെന്തു പറഞ്ഞു, ഇവിടെ എന്താ ഈ ശബ്ദം എന്നിങ്ങനെ മനസ്സ് വളരെ ഉത്കണ്ഠയോടുകൂടി
കണ്ണിനെയും ചെവിയെയും ഉപയോഗിച്ച് അതുമാതിരി മറ്റിന്ദ്രിയങ്ങളെയും ഉപയോഗിച്ച് പുറം വസ്തുക്കളിലേക്ക് ഒരാച്ചിലുണ്ട്. ആർക്ക്? ഈ മനസ്സിന്. അപ്പം മനസ്സ് വെറുതെ പുറമേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പുറമേക്ക് പോയാലോ എന്താ ഈ പോവുക? മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. പുറം ദർശനം വേണം എന്നൊരു തോന്നൽ മാത്രം മതി. ആ തോന്നൽ വന്നാൽ കണ്ണും മൂക്കും കാതും ഒക്കെ പ്രവർത്തിക്കുകയായി ആ പുറം വസ്തുക്കളുടെ കാഴ്ച, ഇപ്പം കാഴ്ചയാണെങ്കിൽ കാണൽ, ശ്രവണമാണെങ്കിൽ ശബ്ദം വന്ന് കർണപുടങ്ങളിൽ പതിക്കുക, മറ്റത് കോർണിയയിൽ വന്ന് പതിക്കുക, കയ്യിലോ കാലിലോ ഒക്കെ ആണെങ്കിൽ നടക്കുമ്പോൾ നിലത്തിന് ഇങ്ങനെ തൊടുക. ഇങ്ങനെ സ്പർശനത്തിലൂടെയും ശ്രവണത്തിലൂടെയും ദർശനത്തിലൂടെയും ഈ വസ്തുക്കളൊക്കെ മനസ്സിൽ വന്ന് പതിയുക. അപ്പം ഈ മനസ്സും വസ്തുക്കളും തമ്മിലുള്ളതായ ഒരു അന്യോന്യം ബന്ധമുണ്ടല്ലോ, ഈ ബന്ധം വേറെടുത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇത് എളുപ്പമല്ല. ഗുണാഹ ആവിശതേ ചേതോ ഗുണാശ്ചേതസി ച പ്രജാഃ ജീവസ്യ ദേഹൗഭയം ഗുണാശ്ചേതോ മദാത്മനഃ. ഇത് ഉദ്ധവന്റെ മനസ്സിലുള്ള കെട്ടുപൂട്ടുകൾ പോകാൻ വേണ്ടി ശ്രീകൃഷ്ണൻ പറയുന്നതാണ്. സനകാദികളോട് ഞാൻ ഉപദേശിച്ചു. സനകാദികൾ ബ്രഹ്മാവിനോട് ചോദിച്ചു. ബ്രഹ്മാവിന് മറുപടി പറയാൻ പറ്റിയില്ല. അപ്പം എന്നെക്കുറിച്ച് ആലോചിച്ചു. അരയന്ന രൂപത്തിൽ ഞാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർക്കൊരു കൗതുകവും ഒരു അത്ഭുതവും ഉണ്ടാക്കി തീർക്കണം എന്ന് പറഞ്ഞ്, എന്നിട്ട് അവരെന്നോട് ചോദിച്ചു ഭവാൻ ആരാണെന്ന്. അപ്പം ഞാൻ മറുപടി പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവതരണമാണിത്. ആ സമയത്ത് സനകാദികൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഗുണാഹ ഗുണേഷു ആവിശതേ ചേതോ ഗുണേഷു ചേതഃ ആവിശതേ. ഹേ പ്രജാഹ, ജനങ്ങളെ, ഗുണേഷു ഗുണങ്ങളിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പ്രകൃതി മുഴുവൻ സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളുടെ സമ്മിശ്രണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. പഞ്ചഭൂതങ്ങൾ അടക്കം എല്ലാം തന്നെ. അതിൽ ചേതഃ ആവിശതേ, മനസ്സ് വളരെ ആവേശത്തോടുകൂടി അതിൽ ചെന്ന് ഇറങ്ങുന്നു. ഗുണാഹ ചേതസി ച പ്രജാഹ. ഇപ്പൊ ഞാൻ ഒരു വസ്തുവിനെ കാണണം എന്ന് വിചാരിക്കലും വസ്തുവിനെ കാണലും ഇത് രണ്ടും തമ്മിൽ സെക്കൻഡുകൾ വ്യത്യാസമില്ല. കണ്ണു തുറന്നാൽ ഞാൻ ചുമര് കണ്ടു, മനുഷ്യരെ കണ്ടു, ചുറ്റുപാടും കണ്ടു. ഈ ചുറ്റുപാടിനെ കാണലും ചുറ്റുപാട് എന്നിലേക്ക് വരലും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ കാണുന്നത് തന്നെയാണ് ചുറ്റുപാട് എന്നിൽ പതിയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കൂട്ടരെ ഈ പറയുന്നത് എന്താണ്? മനസ്സ് ഒരു വസ്തുവിനെ കാണലും ആ വസ്തു മനസ്സിൽ പതിയലും ഇത് രണ്ടും തമ്മിൽ സ്വല്പമെങ്കിലും വ്യത്യാസമില്ല. രണ്ടും ഒരു പ്രക്രിയ തന്നെയാണ്. 2 ഭാഷയിൽ പറയണമെന്ന് മാത്രം. മനസ്സ് കാണണം എന്ന് വിചാരിച്ച് കണ്ണ് തുറന്നില്ലെങ്കിൽ കാഴ്ച നടക്കാൻ പോണില്ല. കണ്ണ് തുറന്നാലോ ഉടനെ കാഴ്ച നടന്നു. അപ്പം മനസ്സിനോടൊരു ബന്ധമുണ്ട് കാഴ്ചയ്ക്ക്, വസ്തുക്കൾക്ക്. ആ ബന്ധമുണ്ട്, അത് മനസ്സിൽ നിന്ന് തുടങ്ങുന്നു. തുടങ്ങിക്കഴിഞ്ഞാലോ വസ്തുക്കൾ പെട്ടെന്ന് കണ്ണിലൂടെയും കാതിലൂടെയും ഉള്ളിൽ പതിഞ്ഞു. അപ്പം ഇവ രണ്ടുപേരെയും ഒന്ന് വേറെടുത്തി വസ്തുക്കളെ നിങ്ങൾ മാറി നിൽക്കൂ, മനസ്സേ നീ മാറി നിൽക്ക് എന്നിങ്ങനെ വേർതിരിക്കാൻ സാധിക്കില്ല. അത്രത്തോളം അന്യോന്യത്വമാണ് അവ തമ്മിലുള്ളത്. ഗുണാശ്ചേതസി ച പ്രജാഃ ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മദാത്മനഃ. ഇവിടെയാണ് കൃഷ്ണന്റെ പ്രത്യേകത. ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്ന വലിയ ഒരു സിദ്ധാന്തമാണിത്. ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മദാത്മനഃ. സാധാരണ നമുക്കൊരു ദേഹമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? പാഞ്ചഭൗതികമായിരിക്കുന്ന ദേഹമുണ്ട്, വളരെ പരിമിതമാണ്. ഇവിടെ കൃഷ്ണൻ പറയണതോ ഈ ജീവനുണ്ടല്ലോ, ഈശ്വരൻ്റെ തന്നെ അംശം എന്ന് പറയുന്ന ജീവൻ. എന്താ ഈ ജീവൻ? നമ്മുടെ ശരീരത്തെ എന്തോ ഒരു അതിസൂക്ഷ്മമായി, ദ്രവ്യവുമല്ല ഊർജവുമല്ല, അവയ്ക്ക് രണ്ടിനും അതീതമായിരിക്കുന്ന ഒരു സാന്നിധ്യം നമ്മുടെ ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നു. അപ്പം ആ ദേഹത്തെ ഉജ്ജീവിപ്പിക്കുന്നതായ ദ്രവ്യാതീതമായ ഒരു സാന്നിധ്യത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ജീവന് അനുഭവിക്കാൻ വേണ്ടിയുള്ളതാണ് ദേഹം. ദേഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭോഗായതനം. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെയും പറയാം, അപ്പോഴല്ലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ, പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ. ഭോഗത്തിനുള്ള ആയതനം. എന്തനുഭവിക്കാനും നമുക്കൊരു മീഡിയം വേണം. ഇപ്പം എനിക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നടക്കുക? കാലുകൊണ്ടാണ് നടക്കുക. പിടിക്കണം എന്നുണ്ടെങ്കിലോ കൈകൊണ്ട് വേണം പിടിക്കാൻ. അതുമാതിരി ശ്വസിക്കണം എന്നുണ്ടെങ്കിലോ മൂക്കുകൊണ്ടാണ് ശ്വസിക്കുക. അപ്പം എല്ലാ പ്രവൃത്തിയും അനുഭവം വേണമെങ്കിൽ അതിനൊരു ഉപാധി വേണം. അപ്പം ഈ ദേഹം എന്നുള്ള വാക്കിന് ഉപാധി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പം ജീവന്റെ ഉപാധി ഈ ദേഹം മാത്രമാണോ? അല്ല. ഇവിടെ കൃഷ്ണൻ പറയുന്നത് ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മദാത്മനഃ. ഈ ജീവൻ എങ്ങനത്തതാ? മദാത്മനഃ ജീവസ്യ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ?
ജീവൻ ജീവൻ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിശേഷപ്പെട്ട സാന്നിധ്യമാണെന്ന് വിചാരിക്കുന്നത്. മദാത്മനഃ, ഈശ്വരൻ ഒരു ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നവനാണോ? അല്ല. ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? ഇല്ല. സ്വർഗത്തിലോ? ഇല്ല. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന സർവവ്യാപിയാണ് ഈശ്വരൻ. ആ സർവവ്യാപിയാണ് ഈ ജീവനും. അപ്പം നിങ്ങൾക്ക് ജീവൻ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സാന്നിധ്യത്തെ ആയാലും ജീവൻ എന്ന് പറയുമ്പോൾ അത് ദേഹത്താൽ പരിമിതമല്ല. അല്ല അല്ല. ഈ ഒരു മദർക്കെട്ട് എപ്പോഴാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോവുക? ഒരു ടെലികാസ്റ്റ് ഉണ്ടെന്ന് വയ്ക്കുക. ആ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഒരു സെൻറ്ററിൽ നിന്നാണ്, ഒരു സോഴ്സിൽ നിന്നാണ്. പക്ഷേ ആ ടെലികാസ്റ്റ് ലോകം മുഴുവനും വ്യാപിക്കും. അത് തുടങ്ങി വിടുന്നത് എവിടുന്ന? ഒരു പ്രത്യേക ചേംബറിൽ നിന്നോ ഒരു കെട്ടിടത്തിൽ നിന്നോ ആവും. പക്ഷെ അത് കാണുന്നതോ കേൾക്കുന്നതോ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുക. അതുപോലെ ജീവൻ, അതിനൊരു ലോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ദേഹമാകാം നമ്മെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സാന്നിധ്യം ദേഹത്താൽ പരിമിതമല്ല. അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ എന്തു പറയുന്നു? മദാത്മനഃ ജീവസ്യ. മദാത്മനഃ, ഞാൻ തന്നെയായിരിക്കുന്ന ജീവന് ദേഹ ഉഭയം, ഇത് രണ്ടും ദേഹമാണെന്ന്. ഏത് രണ്ടും? പ്രകൃതിയുടെ ഗുണവിശേഷങ്ങൾ, പ്രകൃതി ഗുണങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതായ വസ്തുജാലങ്ങൾ മുഴുവനും അടങ്ങുന്ന പ്രപഞ്ചം, അതിനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ചേതസ്, മനസ്സ്, ഇത് രണ്ടും കൂടിയിട്ടുണ്ടല്ലോ. ഗുണാഹ ചേതഹ, ഇത് രണ്ടും ജീവനുള്ള ഒരു ദേഹമാണെന്ന്. ജീവനുള്ള ഒരു ദേഹം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാവരും ഈ ചെറിയ ഒരു ദേഹത്തിന് ദേഹമാണെന്ന് പറയും. ഇവിടെ കൃഷ്ണൻ പറയണത് അങ്ങനെയല്ല, അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാണുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. അപ്പോൾ പ്രപഞ്ചമില്ലാതെ നിങ്ങളുടെ മനസ്സില്ല, നിങ്ങളുടെ മനസ്സില്ലാതെ പ്രപഞ്ചവുമില്ല. മനസ്സില്ലെങ്കിൽ പ്രപഞ്ചത്തിനെ കാണാനോ അനുഭവിക്കാനോ പറ്റില്ല. പ്രപഞ്ചാനുഭവം ഉണ്ടാവുന്നതോ അതും മനസ്സിലാണ്. അപ്പം മനസ്സില്ലാതെ അനുഭവമില്ല. അനുഭവം എന്ന് പറയുന്നത് വസ്തുക്കളുടെ പ്രതിഫലനമാണ് മനസ്സിൽ. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതല്ലേ? വേറെടുത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവരുടെ ചോദ്യവും അതാണല്ലോ. മനസ്സിനെയും വസ്തുക്കളെയും ഞങ്ങൾക്ക് വേറെടുത്താൻ പറ്റാത്തത് കൊണ്ട് അന്യോന്യസന്ധ്യാഗ, ഈ രണ്ടിനെയും ഉപേക്ഷിക്കുന്നത് എങ്ങനെയാ എന്നാ ചോദിക്കുന്നത്. നമുക്കൊരു മനസ്സുണ്ടാവോ? പ്രപഞ്ച വസ്തുക്കളെ കാണാത്തൊരു മനസ്സ്, ആ പ്രപഞ്ച കാഴ്ചകളെ മുഴുവൻ കംപ്ലീറ്റായി തുടച്ചു മാറ്റിയിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്താണ് വഴി? അതാണ് ചർച്ചാ വിഷയം. അപ്പോൾ ഈ മുക്തി എന്ന് പറയുന്നത്, ഈശ്വര ദർശനം എന്ന് പറയുന്നത്, പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്താ? അതാണ് വിചിന്യം, ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഇത് രണ്ടിനെയും വിട്ടുകളയാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മദാത്മനഃ, മദാത്മാവായിരിക്കുന്ന ജീവന് ഇത് രണ്ടും കൂടിയതാണ് ദേഹം. അപ്പം നിങ്ങളുടെ ദേഹം എന്താ? പാഞ്ചഭൗതികമായി വ്യക്തിഗതമായ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ പ്രപഞ്ചം മുഴുവനും ജീവന്റെ ദേഹമാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഭാഗവതന്മാരല്ലേ എല്ലാവരും. നിങ്ങളിത് സ്വീകരിച്ച് ഒന്ന് മനസ്സിൽ പ്രാവർത്തികമാക്കുമോ? ഇന്നാളൊരു ദിവസം വന്നു ഒരാൾ, സ്വാമിജി പറയുന്നത് കേട്ടാൽ ശരിയാണെന്ന് തോന്നുന്നു, യുക്തിസഹമാണ്, എന്നാലും ഇങ്ങോട്ട് മനസ്സ് സമ്മതിക്കണില്ല എന്ന്. അതൊക്കെ ഉണ്ടാവും, സമ്മതിക്കണമല്ലോ. മനസ്സ് സമ്മതിക്കുന്നത് എപ്പോഴാ? ഭക്തി ധാരാളമാവുമ്പോൾ, വൈരാഗ്യം വേണ്ടത്ര വരുമ്പോൾ, ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിർവൃതി വേണം എന്നുള്ള തോന്നൽ ഉറച്ചു വന്നാൽ. ഇത് മൂന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരില്ല, വേണ്ട ആവശ്യമില്ലല്ലോ. എത്രത്തോളം കാലം പ്രപഞ്ചത്തിൽ രസമുണ്ടോ നക്കി നക്കി നക്കിക്കൊണ്ടിരുന്നോളൂ. പട്ടി എല്ലും കഷ്ണം നക്കുന്ന മാതിരി ഒരു വിരോധവും ഇല്ല. ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല, പോരാന്ന് തോന്നുമ്പോഴേ നിങ്ങൾ ഉള്ളിലേക്ക് തിരിയണ്ടു. അതിനു മുമ്പ് ഓടിച്ചാടി തിരിയണമെന്നൊന്നുമില്ല, ഞാൻ പറയണമില്ല. ഈ പ്രപഞ്ചവും പരബ്രഹ്മത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അതിൽ സന്തോഷം ഉണ്ടെങ്കിൽ നക്കിക്കോളൂ, ഒരു വിരോധവും ഇല്ല. എല്ലിൻ്റെ കാമ്പ് നക്കി 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 അവസാനം നാവ് കീറി, നാവിൽ നിന്ന് ചോര വരും. ആ ചോരയെ നക്കിയിട്ട് പട്ടി വിചാരിക്കുന്നത് എന്താ? എല്ലെന്ന് വന്നു ചോരാന്നാ. അതുപോലെ തന്നെയാണ് നമ്മുടെയും സ്ഥിതി. ഗുണേഷ്വാവിശദേ ചേതോ ഗുണാശ്ചേതസി ച പ്രജാഃ ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മദാത്മനഃ. ഇവിടെ എംഫസിസ് എന്താ? ദി എംഫസിസ് ഈസ് വെരി ക്ലിയർ. യു ഷുഡ് ഗെറ്റ് റിഡ് ഓഫ് ദ ഹെറിഡിറ്ററി നോഷൻ that your body is restricted by your own personal this panchabhautik aggregate. Body is actually a means or an instrument for experiencing, and that body is the whole world എന്നാണ് കൃഷ്ണൻ പറയുന്നത്. എന്താ കാരണം? മനസ്സില്ലാതെ പ്രപഞ്ച ദർശനമില്ല, പ്രപഞ്ചത്തിൻ്റെ പ്രതിഫലനമില്ലാതെ മനസ്സുമില്ല. മനസ്സിലാണ് ഈ അനുഭവം നടക്കുന്നത്. ആ മനസ്സ് ദേഹത്തോടു കൂടി ബന്ധപ്പെട്ടതാകാം,
ദേഹമുണ്ടെന്ന് പറയുന്നത് പോലും മനസ്സാണ്, അറിയിപ്പിക്കുന്നത് പോലും മനസ്സാണ്. അപ്പം നമ്മുടെ ദേഹം എന്ന് പറഞ്ഞാൽ ഈ ദേഹത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ മുഴുവൻ ചേർത്ത് പിടിച്ചിട്ട് വേണം ദേഹം എന്ന് പറയാൻ. അപ്പം ദേഹം കൊണ്ട് തന്നെ നിങ്ങൾ സർവ്വവ്യാപിയാന്നാ കൃഷ്ണൻ പറയുന്നത്. ഗുണേഷു ചാവിശച്ചിത്തം അഭീക്ഷ്ണം ഗുണസേവയ ഗുണാശ്ച ചിത്തപ്രഭവ മദ്രൂപ ഉഭയം ത്യജേത്. ശ്രീകൃഷ്ണന്റെ മറുപടി. ഞാൻ പലപ്പോഴും വിചാരിക്കും, ഈ കൃഷ്ണൻ ഒരു വ്യക്തിയെ ആരാ സങ്കല്പിച്ചുണ്ടാക്കിയതെന്ന്. എന്താ അദ്ദേഹത്തിൻ്റെ കുശാഗ്രത, കുശാഗ്രബുദ്ധി, കുശലത. ഗുണേഷു ചാവിശച്ചിത്തം അഭീക്ഷ്ണം ഗുണസേവയ. ഈ പ്രകൃതി വസ്തുക്കൾ ഗുണങ്ങൾ രചിക്കുന്നതുണ്ടല്ലോ, അതിലെ ആവേശത്തോടു കൂടി ചെന്ന് പറ്റുന്നതായ ഈ ചിത്തം, മനസ്സ്, അഭീക്ഷ്ണം എപ്പോഴും ഗുണസേവയാ വർദ്ധതേ. ഈ ഗുണങ്ങളെ സേവിക്കുന്നത് കൊണ്ട് വർദ്ധിച്ച് വർദ്ധിച്ചു വരിക. മനസ്സിനുള്ള വികാസം എന്ന് പറയുന്നത് എന്താ? മനസ്സിനുള്ള സ്മരണകൾ കൂടും, കണ്ടതും കേട്ടതുമായ അനുഭവങ്ങൾ കൂടും. മനസ്സായിട്ടല്ല വലുതാവുന്നത്, അതിലുള്ള അനുഭവങ്ങൾ മൂലമാണ് വലുതാവുന്നത്. ഒരു ചെറിയ കുട്ടിക്കും മുതിർന്ന ആൾക്കും തമ്മിൽ എന്താ വ്യത്യാസം? മുതിർന്ന ആൾക്ക് ജീവിതത്തിൽ ധാരാളം അനുഭവം ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ ഒരേ ദിവസവും പുതിയ പുതിയ ആൾക്കാരെ കാണുക. പുതിയ പുതിയ ആൾക്കാരെ കാണുക എന്ന് പറഞ്ഞാൽ പഴയവരെ മാത്രമല്ല, നിങ്ങൾക്കൊക്കെ 5 or 6 ചങ്ങാതിമാരുണ്ടാവും. അവർ മാറി മാറി നിങ്ങളുടെ വീട്ടിൽ വരും, സോഷ്യലൈസേഷൻ നടക്കും. പക്ഷേ നിങ്ങൾക്ക് 500 5,000 ഒന്നും ചങ്ങാതിമാരൊന്നുമില്ല. ഞങ്ങളുടെ ജീവിതം അങ്ങനെയല്ല. പുതിയ പുതിയ ആൾക്കാരിങ്ങനെ കാണും, അവരിങ്ങനെ സംസാരിക്കും, അതിങ്ങനെ കൂടി 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 പോവും. അപ്പം മനസ്സെങ്ങനെയാ? ഗുണേഷു ച ആവിശച്ചിത്തം. പ്രകൃതി ഗുണങ്ങൾ മൂലം ഉണ്ടാക്കിയിട്ടുള്ളതായ വസ്തുജാലങ്ങളിൽ പതിയുന്നതായ മനസ്സ് ഗുണസേവയ അഭീക്ഷ്ണം വർദ്ധതേ. ആ ഗുണങ്ങളെ സേവിക്കുന്നത് മൂലം നിരന്തരം എപ്പോഴും അത് വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടുവരിക. ഗുണാശ്ച ചിത്തപ്രഭവ. ഇതാണ് ഭാഗവതത്തിൻ്റെ തനതായിട്ടുള്ള പ്രസ്താവന. ഗുണങ്ങളാകട്ടെ ചിത്തപ്രഭവാ. കടന്നുപോയി കേട്ടോ, കടന്നുപോയി. ഭക്തന്മാരായിരിക്കുന്ന നിങ്ങളിത് ഗ്രഹിക്കുമോ? എന്താ അവിടെ പറയുന്നത്? ഗുണങ്ങളടക്കം എല്ലാം തന്നെ ചിത്തപ്രഭവങ്ങളാണെന്ന്. മനസ്സ് പ്രസവിച്ചുണ്ടാക്കുന്നതാണ്. ശരീരം പ്രസവിച്ച കുട്ടിയെ പറ്റി നിങ്ങൾക്കറിയാം, എൻ്റെ കുട്ടിയാണ് ഞാൻ, അച്ഛൻ, അമ്മ എന്ന്. ഇവിടെയോ കൃഷ്ണൻ പറയണത് പാഞ്ചഭൗതികമായ ഈ പ്രപഞ്ചവും അതിലുള്ള വസ്തുജാലങ്ങളും എല്ലാം തന്നെ മനഃപ്രഭവാ, മനസ്സ് പ്രസവിച്ചുണ്ടാക്കുന്നതാ. എല്ലാം ഇവിടെ ജാഗ്രത അവസ്ഥയുടെ പ്രസവ. ഞാനിത് എത്ര നേരം പറയണം, എത്ര നേരം നിർത്തണം, നിങ്ങളിത് ശ്രദ്ധിക്കാനും ശ്രദ്ധിപ്പിക്കാനും വേണ്ടി. ഗുണങ്ങളാകട്ടെ ചിത്തപ്രഭവങ്ങളാണ്. നമ്മുടെ മനസ്സ് ആണ് അതിൻ്റെ ഉത്പത്തി സ്ഥാനം, അല്ലാണ്ട് പുറമേ അല്ല. അപ്പോൾ പ്രപഞ്ചത്തിന് മുഴുവൻ ഉത്പത്തി സ്ഥാനം മനസ്സാണെന്ന് വന്നു, മനസ്സാണെന്ന് വന്നു. ഒരു ശ്ലോകം ഓർമ്മ വരിക. വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുത്തതാ. ആർക്ക്? ശ്രീരാമന്. എത്ര വയസ്സുണ്ടായിരുന്നു? പലപ്പോഴും ഞാൻ പറയാറുണ്ട്, 16 വയസ്സ്. എൻ്റെ പ്രേക്ഷകരുടെ ഇടയിൽ 16 വയസ്സുകാരെത്രയുണ്ട്? 61കാരാവും കൂടുതൽ, 16കാർ കുറയും. ആ 16 വയസ്സായ കുട്ടിയോട് പറയാണ്, സങ്കൽപ്പജാലകലനൈവ ജഗത് സമഗ്രം സങ്കൽപ്പജാലകലനാത്തു മനോവിലാസ സങ്കൽപ്പജാലമലമുസൃജ നിർവികൽപ്പം ആശ്രിത്യ നിശ്ചയമവാപ്നുഹി രാമശാന്തിം. ഇത് മുഴുവനും ഞാനിപ്പോൾ അർത്ഥം പറയുന്നില്ല, ഒറ്റ വരിയിലേ പറയുള്ളൂ. സങ്കൽപ്പജാലകലനൈവ ജഗത് സമഗ്രം. സമഗ്രം ജഗത്, ഈ ജഗത്ത് മുഴുവനും സങ്കൽപ്പജാലകലനൈവ, നമ്മുടെ മനസ്സിൽ നിന്ന് ഉദിക്കുന്ന സങ്കല്പങ്ങളുടെ ജാലം, അതുകൊണ്ട് നെയ്തുണ്ടാക്കിയൊരു വലയ. അതാണ് ഈ പ്രപഞ്ചം. അതല്ലേ ഇവിടെ കൃഷ്ണൻ പറയുന്നത്? ഗുണാശ്ച ചിത്തപ്രഭവാഹ. ഈ ഗുണങ്ങൾ മുഴുവനും ചിത്തം ജനിപ്പിക്കുന്നതാണ്, രചിക്കുന്നതാണ്. അപ്പം എവിടെ പോയി കാര്യം? ഇനി ലോകത്തിൻ്റെ ഉത്പത്തിയെ അന്വേഷിച്ച് നിങ്ങൾ ഒരൊറ്റ സ്ഥലത്തേക്കും പോട്ട. പ്രപഞ്ചത്തിൻ്റെ അറ്റത്തിലൊരു റോക്കറ്റ് വിട്ടൊത്തൊന്നും വേണ്ട. ചന്ദ്രനിലേക്കും മാർസിലേക്കും ഒന്നും ആളെ പറഞ്ഞേക്കണ്ട. നമുക്ക് മനസ്സിലാക്കാൻ എന്താ? നമ്മുടെ മനസ്സാണ് ഇതിൻ്റെ ഉത്പത്തി സ്ഥാനം. ആ മനസ്സെവിടെയാ? ദേഹത്തിൻ്റെ ഉള്ളിൽ. അവിടെ നുഴഞ്ഞാലോ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി നമുക്ക് മനസ്സിലാക്കാം. ആ ഉത്പത്തി മനസ്സിലാകുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ ഭ്രമങ്ങളും ആശകളും ആവശ്യങ്ങളും അപേക്ഷകളും എല്ലാം പോവും. ആപ്തകാമനായി ജീവിക്കാം, ആനന്ദമഗ്നനായി വിഹരിക്കാം, ആത്മാഹ്ലാദത്തിൽ ഊളിയിട്ട് കഴിഞ്ഞുകൂടാം. ഗുണാശ്ച ചിത്തപ്രഭവാഹ. അതുകൊണ്ട് എന്തു വേണം? മദ്രൂപ ഉഭയം ത്യജേത്. മദ്രൂപ ഉഭയം ത്യജേത്.
ഈ ജീവൻ എന്ന് പറയുന്നത് മതാത്മാവാണ്. അത് ആ ഈശ്വര ചൈതന്യം തന്നെ എന്ന് മനസ്സിലാക്കി, ആ ഈശ്വര ചൈതന്യമായതുകൊണ്ട് അത് സർവവ്യാപകമാണ്. സർവവ്യാപകമാണ്. സർവവ്യാപകം എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തു ഉണ്ടാവില്ല, ഒന്നേ ഉണ്ടാവുള്ളൂ. ഒന്ന് എല്ലാ ദിക്കിലും നിറഞ്ഞാൽ പിന്നെ ഒന്നെങ്ങനെയാണെന്നറിയാം. അപ്പം നിറഞ്ഞു എന്നുള്ള വാക്കിന് അർത്ഥമില്ലാതെയാവും. ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചു നിറഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ നിറമുള്ളൊരു പുതിയ വെള്ളം അതിലൊഴിച്ച് നിറയ്ക്കാൻ പറ്റുമോ? നിറഞ്ഞില്ലേ അവിടെ. മദ്രൂപ ഉഭയം ത്യജേത്. അപ്പം എങ്ങനെയാ ഇവ രണ്ടുപേരെയും ഉപേക്ഷിക്കുക എന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട, നിങ്ങൾ എന്നെ മനസ്സിലാക്കൂ. ആരാണ് ഈ ജീവൻ? ഈശ്വരൻ. എന്നാൽ സർവവ്യാപി. ആ സർവവ്യാപിയായ ഈശ്വരൻ്റെ കൂടെ ഒരു വസ്തുവും പിന്നെ ഉണ്ടാവില്ല, അത് നിറഞ്ഞിരിക്കുന്നതാണ്. ഇറ്റ് ഗിവ്സ് നോ പ്ലേസ് ഫോർ എ സെക്കൻഡ് എൻറ്റിറ്റി അറ്റ് ഓൾ. രണ്ടാമതൊരു വസ്തുവിന് സ്ഥലം കൊടുക്കാത്തതാണ് ഈശ്വരൻ്റെ സർവവ്യാപിത്വം എന്ന് മനസ്സിലാക്കി രണ്ടിനെയും ഉപേക്ഷിക്കണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആയിട്ടില്ല. കൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് തുടക്കേ ആയുള്ളൂ. അപ്പം എൻ്റെ രൂപത്തിനെ അനുധ്യാനം ചെയ്ത് ഏകമേവ അദ്വിതീയം ദ്വിതീയം വസ്തു നാസ്തി, രണ്ടാമതൊരു വസ്തു ഇല്ല എന്നുറപ്പിച്ച് രണ്ടിനെയും ഉപേക്ഷിക്കുക. ഈ ഉപേക്ഷ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? മനസ്സിലുള്ള ഒരു തീർപ്പാണത്. അവർ ചോദിച്ചുവല്ലോ, വിഷയങ്ങളില്ലാതെ മനസ്സില്ല, മനസ്സില്ലാതെ വിഷയങ്ങളില്ല. ഇപ്പം ഇവിടെ പറയണത് എന്താ? മനസ്സും വിഷയങ്ങളും രണ്ടും സംഭാവ്യമല്ല, എല്ലാം കൂടി ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. സർവം ഖൽവിദം ബ്രഹ്മ സർവം വിഷ്ണുമയം ജഗത്. ജഗത്ത് മുഴുവനും വിഷ്ണുമയമാണ്. ആ വിഷ്ണുമയമായ ജഗത്തിൽ അവിടെ രണ്ടോ മൂന്നോ ഇല്ല. ഈ ഒരു അറിവോടുകൂടി, ഈ ഒരു അനുധ്യാനത്തോടുകൂടി, ഈ ഒരു അനുധാവനത്തോടുകൂടി ആ രണ്ടെന്നുള്ള ആ സങ്കല്പം വികല്പമൊക്കെ അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ്. ഗുണേഷു ചാവിശച്ചിത്തം അഭീക്ഷ്ണം ഗുണസേവയ ഗുണാശ്ച ചിത്തപ്രഭവ മദ്രൂപ ഉഭയം ത്യജേത്. ഇതെങ്ങനെയാ? ഇതൊരു വലിയ പ്രസ്താവനയാണ്. ഞാൻ പലതും വായിക്കുന്നുണ്ട്, കേൾക്കണില്ലെങ്കിലും വായിക്കുന്നുണ്ട്, പലതും ഞാൻ പറയുന്നുണ്ട്. എനിക്ക് പ്രേക്ഷകരായ നിങ്ങളോട്, നിങ്ങളൊക്കെ ആരാ? കണ്ണിലുണ്ണികളാ. ഭഗവാന് ഹൃദയ കമലവാസി എന്ന് പറയും. എനിക്ക് പറയാനുള്ളത്, പ്രേക്ഷകരൊക്കെ എൻ്റെ ഹൃദയ കമലത്തിൽ വസിക്കുന്നവരാ. കമലല്ലെങ്കിലും ഹൃദയവാസികളാണ് നിങ്ങളൊക്കെ. അപ്പം ആ ഹൃദയത്തിൽ വസിക്കുന്നവരോട് നിങ്ങളോട് പറയാണ്, ഈ ജീവൻ എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ജീവൻ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ളതാ, നിങ്ങൾ തന്നെയാണ്. ദേഹം ആണെങ്കിലും കാണാൻ കണ്ണു തുറക്കണം, ജീവനെ ഉണരാൻ കണ്ണു മൂടിയിട്ട് ഉള്ളിൽ ഞാനുണ്ടല്ലോ, എൻ്റെ ദേഹം എന്ന് പറയുന്നുണ്ടല്ലോ, ആ ജീവനെക്കുറിച്ച് ആലോചിക്കൂ. എന്താ ആ ജീവൻ? ദേഹം, മനസ്സ്, ബുദ്ധി ഇതിൽ നിന്നെല്ലാം വിലക്ഷണമാണ്. ആ വിലക്ഷണ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ദേഹലക്ഷണത്തോടോ മനോലക്ഷണത്തോടോ ബുദ്ധിലക്ഷണത്തോടോ കൂടിയതല്ല. ഇവ മൂന്നിൽ നിന്നും വ്യത്യസ്തമാണ് ജീവൻ. ഈ വസ്തുക്കളും മനസ്സും ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇവയിൽ നിന്നൊക്കെ വിലക്ഷണമാണ് ജീവൻ. വിലക്ഷണമായ ജീവനിൽ ഈ മനസ്സോ വസ്തുക്കളോ ഒട്ടില്ല. ഒരു കുപ്പിയിൽ കാറ്റ് പ്രവേശിച്ചു, ആ കാറ്റിൽ കുപ്പി ഒട്ടുമോ? ഒട്ടില്ലല്ലോ. കാറ്റ് എന്തൊക്കെ മണങ്ങളാണ് എടുത്ത് ഓരോ സ്ഥലത്തു നിന്നും പ്രസരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു മണം ഒട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുമോ? നിൽക്കില്ലല്ലോ. വെള്ളത്തിൽ എന്തെങ്കിലും ഒട്ടുമോ? ഒട്ടില്ല. ആകാശത്തിലൊട്ടുമോ? ഒട്ടില്ല. ആകാശത്തേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന ജീവൻ അന്തരാത്മാവിലാണോ ഒട്ടുന്നത്? ഒട്ടില്ല. പറയൂ അങ്ങനെ ഒട്ടില്ല എന്ന്. ഇന്നു മുതൽക്ക് നിങ്ങൾ പറയണം. എൻ്റെ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് ഈശ്വരീയമായിരിക്കുന്ന ജീവനാണ്. ആ ഈശ്വരൻ സർവവ്യാപിയാണ്. എൻ്റെ ദേഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന അതേ ജീവചൈതന്യം സർവവ്യാപകമാണ്. ആ സർവവ്യാപകവും സുസൂക്ഷ്മവും ഏകവുമായിരിക്കുന്ന ആ ജീവനിൽ ഒരു തരത്തിലും ഒട്ടലോ പോറലോ കറയോ കുറയോ വിമ്മലോ മുഷ്കോ ഇല്ല. പറയണം, ഉണരണം. അതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ വിചാരിക്കുന്നത് മുഴുവൻ ഈ ലോകത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ കുട്ടികളാരാ? ലോകം. ഭാര്യാഭർത്താക്കന്മാരോ? ലോകം. ആപ്പീസോ? ലോകം. ഊണും ഉറക്കമോ? ലോകം. ഇവിടെ വിചാരിക്കേണ്ടത് എന്താ? ജീവനെക്കുറിച്ചാണ്. ആ ജീവൻ സർവവ്യാപിയാണ്. ദേഹവിലക്ഷണമാണ്. ദേഹവിലക്ഷണം എങ്ങനെയോ അതുപോലെ മനോവിലക്ഷണം, ബുദ്ധിവിലക്ഷണം, അഹങ്കാരവിലക്ഷണം. ഈ മനസ്സിൽ വന്ന് പതിയുന്നതായ വസ്തുക്കൾ മനോവിലക്ഷണമാണെങ്കിൽ
ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ദേഹമനോബുദ്ധി വിലക്ഷണമാണ് ജീവനെങ്കിൽ മനസ്സിൽ വന്ന് പതിയുന്ന വസ്തുക്കളോ മനപ്പതിപ്പുകൾ അതിൽ നിന്നും വ്യത്യസ്തമാണ്. നിങ്ങളുടെ മനസ്സിൽ പതിപ്പുകളല്ലാതെ നിങ്ങളൊരു ലോകം അനുഭവിക്കുന്നുണ്ടോ? ഞാനൊരു പർവ്വതത്തിനെ കാണുമ്പോൾ പർവ്വതത്തിനെ വിഴുങ്ങണില്ല, കണ്ണുകൊണ്ട് ദൂരെ നിന്ന് കാണുന്നേ ഉള്ളൂ. ആ പർവ്വതത്തിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ കണ്ണിലൂടെ വന്ന് മനസ്സിൽ ഒരു പർവ്വതം അങ്ങോട്ട് പതിയാണ്. അത് മനോരചനയാണ്. ആ മനോരചനീയ ആണ് പർവ്വതമെങ്കിൽ, മനോവിലക്ഷണമാണ് ജീവനെങ്കിൽ ഈ പർവ്വത വിലക്ഷണവുമല്ലേ? അങ്ങനെ വരുമ്പോഴോ പ്രപഞ്ചത്തിന് മുഴുവൻ വിലക്ഷണമാണ് ജീവൻ. അങ്ങനെയുള്ള ഒരു ജീവനിൽ ഈ പ്രപഞ്ചമോ മനസ്സോ എന്തെങ്കിലും ഒന്ന് ഒട്ടുമോ? ഒട്ടില്ല, ഒട്ടില്ല, ഒട്ടില്ല. അവ എന്നെ ഒട്ടുന്നില്ല, ഞാൻ വിലക്ഷണനാണ് എന്ന് പറയുമ്പോഴോ തന്നെ അവയ്ക്കുള്ള സ്വാധീനം അങ്ങോട്ട് കുറയും. സനകാദികൾ പറഞ്ഞത് എന്താ? വിഷയങ്ങൾ മനസ്സിലും മനസ്സ് വിഷയങ്ങളിലും വല്ലാതെ കെട്ടുപിണഞ്ഞ് കിടക്കുക. ഇവ എങ്ങനെയാ ഉപേക്ഷിക്കുകയെന്ന് അനവധി കെട്ടുപൂട്ടുകളുണ്ട്. ഒരു വലിയ കെട്ടുപൂട്ട്, എന്നാൽ അവസാനം അതിനെ ഒരു കയറ് കെട്ടി തൂക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനെ മുറിക്കാൻ ഈ ചെറുകെട്ടുകളെ ഒന്നും മുറിക്കണ്ട, അവിടെ പോയിട്ട് ആ വലിയതിനെ ടപ്പ് എന്നൊരു മുറി മുറിച്ചാൽ മതി, ഒക്കെ താഴ്ത്തു വീഴും. അപ്പോൾ ഇവിടെയുള്ള മുറി എന്താ? ഞാൻ ജീവൻ ദേഹവിലക്ഷണനാണ്, അതിനാൽ പ്രപഞ്ച വിലക്ഷണനാണ്. എന്നിൽ ഒന്നും ഒട്ടില്ല, ഒട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഒട്ടൽ നീക്കാനുമില്ല. അറിവ് കൊണ്ടാണ് ഈ കെട്ട് നീങ്ങുന്നത്. അറിവാണ് ഇവിടെ പ്രധാനം. ഈ ജീവനെക്കുറിച്ച് സത്യമായി ചിന്തിച്ച് ചിന്തിച്ച് അത് അതിസൂക്ഷ്മമായിരിക്കുന്ന ഈശ്വര ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന സംഘം, ഒട്ടൽ, മമത, അഹങ്കാരം ഒക്കെ ഗ്രൗണ്ടില്ലാതെ, സ്ഥാനമില്ലാതെ താഴ്ത്തു വീഴും. Everything becomes unfounded. No foundation at all for such a thought. My dear viewers, are you capable of absorbing this statement? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൃഷ്ണനാണ് ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? ഉദ്ധവൻ്റെ മനസ്സിലുള്ള കെട്ടുപൂട്ടുകളൊക്കെ അഴിഞ്ഞ് പമ്പ കടക്കണം. എന്നിട്ട് ഉദ്ധവൻ ബദരികാശ്രമത്തിലേക്ക് പോകണം. എത്ര നേരം കൊണ്ട്? ഒരു 1.5 മണിക്കൂർ കൊണ്ട്. അതിൽ അരമണിക്കൂർ കഴിഞ്ഞു, ഇനി 1.5 മണിക്കൂറേ ബാക്കിയുള്ളൂ. അവിടേക്ക് പോകണം. അത് പോകണമുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഇവിടെ എനിക്കൊരു ഓർമ്മ വരിക, വസിഷ്ഠർ ശ്രീരാമനോട് പറഞ്ഞത്, യാവത് സർവം ന സന്ധ്യക്തം താവത് ആത്മാന ലഭ്യതേ സർവവസ്തു പരിത്യാഗേ ശേഷ ആത്മേതി കഥ്യതേ. യാവത് സർവം ന സന്ധ്യക്തം താവത് ആത്മാ ന ലഭ്യതേ. രാമ രാമ അച്ഛൻ്റെ സമ്മതത്തോടുകൂടി ഭാരതത്തിൽ മുഴുവൻ ഒരു തീർത്ഥയാത്ര നടത്തി അവിടെ ഓരോരോ സ്ഥലത്തും നടക്കുന്ന കോലാഹലങ്ങൾ മുഴുവൻ കണ്ട് ജനങ്ങളുടെ സമ്പ്രദായങ്ങളും സ്ഥിതികളും ചിന്താഗതികളും പ്രവർത്തനങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കി മനസ്സിന് നല്ല വിഷണ്ണത വന്ന് കഷ്ടപ്പെട്ട് ഇതിനൊരു പരിഹാരമില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല എന്ന് വരെ പറഞ്ഞിരിക്കുകയാണല്ലോ നീ. എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താ? ഇതൊന്നും വാസ്തവമല്ല. സങ്കല്പജാലകലനൈവ ജഗത് സമഗ്രം. നിന്റെ മനസ്സിലുള്ള സങ്കല്പം കൊണ്ടാണ് ഈ കണ്ടതും കേട്ടതുമൊക്കെ അത് പതിഞ്ഞിരിക്കുന്നത്. ആ സങ്കല്പം തൊടുത്തുവിടുന്നത് മനസ്സാണ്. ഈ പ്രപഞ്ചം എന്ന രണ്ടാം വസ്തു ഉണ്ടല്ലോ, അതെപ്പോഴും നൂലാമാല് തന്നെയാണ്. അപ്പം എന്താ ശാന്തിക്കുള്ള വഴി? യാവത് സർവം ന സന്ധ്യക്തം. എത്രത്തോളം കാലം സർവം എല്ലാം തന്നെ ന സന്ധ്യക്തം ഉപേക്ഷിക്കപ്പെടുന്നില്ലയോ, താവത് ആത്മാന ലഭ്യതേ. അതുവരെ ആത്മാ കയ്യിൽ കിട്ടില്ല, കൈവരിക്കാൻ പറ്റില്ല. സർവവസ്തു പരിത്യാഗേ. എല്ലാ വസ്തുക്കളെയും പരിത്യജിച്ചാലോ ശേഷ ആത്മേതി കഥ്യതേ. ബാക്കി വരുന്നത് ആത്മാവാണ്. അപ്പം ഈ എല്ലാറ്റിനെയും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചരട്ടയോ ചരക്കോ കയ്യിലെടുത്ത് ഓരോന്നിനെയും പറക്കിയിട്ട് സമുദ്രത്തിൽ കൊണ്ടിരല്ല ഉപേക്ഷിക്കൽ അല്ല. എല്ലാം താങ്ങി നിൽക്കുന്നതും ഗ്രഹിക്കുന്നതും ഉണ്ട് എന്ന് പറയുന്നതുമായ മനസ്സിനെ ഉറക്കത്തിൽ എങ്ങനെ ഈ മനസ്സ് അസ്തമിക്കുന്നുവോ അതുപോലെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ മനസ്സേ ഫുഷ്, ആ മനസ്സിനോട് അങ്ങോട്ട് വിട പറയാം. അതാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. അതെങ്ങനെ സാധിക്കും? മനസ്സിനെ ബുദ്ധിയുടെ നിർദ്ദേശത്തിൽ കൊണ്ടുവരണം. എന്താ ഈ നിർദ്ദേശം? അതാണ് ചർച്ച ചെയ്യുന്നത്. ഏത് അറിവാണോ മനസ്സിലുള്ള ആശകളെ എണ്ണം കുറയ്ക്കുക, നാമാവശേഷമാക്കി തീർക്കുക, സങ്കല്പങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കി തീർക്കുക, ആ ജ്ഞാനം, അതാണ് ആത്മജ്ഞാനം. രണ്ടും ഇല്ല എന്നല്ലേ ഇപ്പോൾ ഇവിടെ പറയണത്. മനുഷ്യ, ഒട്ടലില്ലാതെനിക്ക്. ഒട്ടൽ എന്ന് വെറുതെ പറയുകയാണ്. ലോകം സൃഷ്ടിച്ചിട്ട് ഈശ്വരന് ഒട്ടൽ വന്നിട്ടുണ്ടോ?
അപ്പോൾ ഈശ്വരാംശമായിരിക്കുന്ന ജീവൻ ഒരു ചെറിയ കുടുംബത്തിൽ ജീവിച്ചത് കൊണ്ട് ഒട്ടൽ വരാമോ? വരാൻ പാടില്ല. അത് മനസ്സിലാക്കണം. സർവവസ്തുപരിത്യാഗേ ശേഷ ആത്മേതി കഥ്യതേ. അപ്പം ത്യാഗം സന്യാസം എന്ന് പറയുന്നത് എന്താ? എല്ലാറ്റിനെയും ഗ്രഹിച്ചു നിൽക്കുന്ന മനസ്സിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനനത്തെ നിർത്തുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒന്നിലധികമുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന നിലയാണ് മനസ്സ്. ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന് മനനം ചെയ്യാൻ തുടങ്ങിയാൽ തന്നെത്താനെ മനസ്സ് ശമിക്കും. ഏകതത്വഘനാഭ്യാസ എന്നാണ് ഇതിന് പേര്. ഒരേ ഒരു തത്വമേ ഉള്ളൂ എന്നുള്ളത് ഘനമായി അഭ്യസിക്കുക. നല്ല കനത്തോടുകൂടി, ആഴത്തോടുകൂടി, സമഗ്രതയോടുകൂടി മനസ്സിനെ അതിൽ കൊടുത്ത് അതിനെ മനനം ചെയ്ത് അങ്ങോട്ട് ഉറപ്പിക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒട്ടി നിൽക്കുന്നു എന്ന് ധരിച്ചാൽ ത്യജിക്കാനാവില്ല. എനിക്ക് ഒട്ടലുണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ത്യജിക്കാൻ പറ്റില്ല. എനിക്ക് ഒട്ടലേ ഇല്ല. എന്താ കാരണം? മനസ്സ് കാണിച്ചു തരുന്ന ഈ പ്രപഞ്ചവും രണ്ടും കൂടി ഒന്നാണ്. ഇത് രണ്ടിൽ നിന്നും വിലക്ഷണമാണ് ഞാൻ. വിലക്ഷണമാണെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെയാ അതിനോട് ഒട്ടാൻ പറ്റുക? അതല്ലല്ലോ. ഒരു വസ്തു ഇനി ഒന്നിലൊന്ന് ഒട്ടിപ്പിടിച്ചു ചക്കമുളഞ്ഞു പോലെ എന്ന് വരാം. ഇത് ഒന്നായിട്ടുള്ള വസ്തു, വിലക്ഷണമായിട്ടുള്ള വസ്തു എവിടെയാ ഒട്ടി നിൽക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ ജീവൻ ശരീര വിലക്ഷണമാകുന്നത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വെറുതെ കൃഷ്ണൻ ഇങ്ങനെ വെറുതെ പറഞ്ഞു പോവല്ല. മദ്രൂപ ഉഭയം ത്യജേത് എന്ന് പറഞ്ഞു. എൻ്റെ രൂപമാണ് ജീവൻ എന്ന് മനസ്സിലാക്കി രണ്ടിനെയും വിടൂന്ന്. അപ്പം ദേഹവിലക്ഷണമാണ് ജീവൻ എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും? ഈ ത്യാഗം എന്ന് പറയുന്നത് അറിവ് കൊണ്ടുവരുന്ന പരിണാമമാണ്. ഐ ഡോണ്ട് നോ വെദർ യു പീപ്പിൾ ആർ ലിസണിങ് ടു മീ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഈ ത്യാഗം എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള സ്കെയിൽ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിക്കുന്നതല്ല ത്യാഗം. മനസ്സിൽ നിന്ന് തെറ്റായിട്ടുള്ള ധാരണകളെ ത്യജിക്കുക, ശരിയായിട്ടുള്ള സത്യത്തെ പിടിച്ചു നിർത്തുക. അപ്പോൾ ഒന്ന് എന്നുള്ള സത്യം നുഴയുന്നതോടുകൂടി അതിന് നിങ്ങളിങ്ങനെ നുണയണം. ആ ഒന്ന് എന്നുള്ളത് നുണയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ തന്നെത്താനെ മനസ്സിന്ന് പോവും. അതാണ് ഇവിടെ ജ്ഞാനം കൊണ്ടാണ് ത്യാഗം. ഒട്ടൽ എന്ന് പറയുന്നത് മനസ്സിലാണ്. ആ ഒട്ടലില്ല എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. ഒരു സ്ഥലത്യാഗം സാധ്യമല്ല. ഒരു വസ്തുവിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ അത് ഭൂമിയിൽ എവിടെയെങ്കിലും നിൽക്കും. അമേരിക്കയിലെ എക്സസ് പ്രൊഡക്ഷൻ ഒഴിവാക്കി മാർക്കറ്റ് സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടി സമുദ്രത്തിൽ കൊണ്ടുപോയി ഇടുക അത്രേ. കരയിൽ നിന്ന് കൊണ്ടുപോയി സമുദ്രത്തിലില്ല. അപ്പോഴും ഉപേക്ഷ എന്നുള്ള വാക്ക് എവിടെയാണ് ഉപേക്ഷിക്കുന്നത്? ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഉപേക്ഷ എന്ന് പറയുന്നത് എന്താ? തെറ്റിദ്ധാരണയെ ഉപേക്ഷിച്ച് ശരിയായ ധാരണയെ പുൽകി നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക, പൂർണ്ണമാക്കുക. അപ്പം ജ്ഞാനം കൊണ്ടാണ് ത്യാഗം, അല്ലാണ്ട് ശാരീരികമായിട്ടുള്ള ത്യാഗമല്ല. സ്വസംവേദ്യം നതു പരപ്രത്യക്ഷം. ഇത് മുഴുവനും അവനവൻ്റെ ഉള്ളിൽ സാധകൻ അല്ലെങ്കിൽ ഭക്തൻ സ്വയം അനുഭവിക്കേണ്ട കാര്യമാണ്. ബാക്കിയുള്ളവർക്ക് പ്രത്യക്ഷമായി കാണില്ല. അപ്പം എങ്ങനെയാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ജീവൻ എന്നുള്ളത് പറയുന്നു. ജാഗ്രത് സ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയ താസാം വിലക്ഷണോ ജീവ സാക്ഷിത്വേന വിനിശ്ചിത. ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങളുണ്ടല്ലോ, വളരെ നന്നായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം ഞാൻ ശ്ലോക ഷഡ്കം എന്നൊന്ന് പറഞ്ഞു. അതേമാതിരി ഇവിടെ കൂടുതൽ സംഖ്യയുള്ള ഒരു ശ്ലോകം ഈ ഭാഗമാണ്. ഇത് നിങ്ങൾ പ്രത്യേകം എടുത്തു വച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചാൽ ഏറ്റവും നന്നായി. ജാഗ്രത് സ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളാണ് നമുക്ക്. അതന്നെ ആരും ചിന്തിക്കാറില്ല. എല്ലാവരും ഉറങ്ങും, പക്ഷേ ഉറക്കം എൻ്റെ ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കില്ല. ജാഗ്രത എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഉറക്കം. അതിൻ്റെ ഇടയിൽ ഒരു സ്വപ്നമുണ്ട്, ഹ്രസ്വകാലികമായിട്ടുള്ളത്, അതും എൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു മനുഷ്യന് എത്ര അവസ്ഥകളുണ്ട്? മനോ അവസ്ഥകൾ 3 അതിൽ ജാഗ്രതയിൽ മാത്രം ഒതുങ്ങി നിന്ന് അതിന് മാത്രം പരമപ്രാധാന്യം കൊടുത്താൽ നിങ്ങൾക്ക് പൂർണ്ണഗ്രഹണം ഉണ്ടാവില്ല, പാർശ്വിക വീക്ഷണേ ഉണ്ടാവുള്ളൂ. അപ്പം ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 ഗുണതഃ, ഗുണങ്ങൾ വരുത്തി തീർക്കുന്നതാണ്. എങ്ങനെ? ബുദ്ധിവൃത്തയ. നമ്മുടെ ബുദ്ധി, ആ ബുദ്ധിയിലുള്ള വൃത്തി, ഫങ്ഷനാണിത് മുഴുവനും. ബുദ്ധിയാണ് ഈ ജാഗ്രത രചിക്കുന്നത്, അതേ ബുദ്ധിയാണ് സ്വപ്നം രചിക്കുന്നത്, അതേ ബുദ്ധി തന്നെയാണ് സുഷുപ്തി എന്ന് പറയുന്നതും രചിക്കുന്നത്. ഇത് 3ലുമുള്ള പാഠങ്ങൾ, 3ലുമുണ്ടാകുന്ന അനുഭവങ്ങളെ ക്രോഡീകരിച്ച് ചേർത്ത് സംഘടിതമായി എടുത്താലാണ് നമുക്ക് ശരിയായ അറിവുണ്ടാവുക.
അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഓങ്കാരം. ഓങ്കാരം എന്ന് പറയുമ്പോഴോ ഒരു മുഴക്കമുള്ള വലിയ ശബ്ദമാണത്. ഏതുപോലെ മണിയടിച്ചാൽ, നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള മണിയുണ്ടല്ലോ, നങ് അങ്ങോട്ട് അടിച്ചാൽ ഒരു വലിയ ശബ്ദമായി. അതുപോലെയാണ് ഓ ഇതെങ്ങനെയാണ് ഈ ശബ്ദം ഉണ്ടാവുന്നത്? കേട്ടാ ഒരു ശബ്ദ, എന്നാൽ ഒരു ശബ്ദമാണോ അത്? അല്ല, ഒരു സിലബിൾ അല്ല. അതിൽ 3 ഉണ്ട്. അകാരം, ഉകാരം, ംകാരം. ആദ്യത്തത് വായ തുറന്നാൽ വരുന്ന ആ, അവസാനമോ വായ അടച്ചാൽ വരുന്ന, പിന്നെ മധ്യത്തിലുള്ളതും. ഇത് 3 കൂടി കൂട്ടിച്ചേർത്താൽ ആ പ്ലസ് ഉ ഓ പ്ലസ് ഓം. അത് 3 എണ്ണം. ആ 3 എണ്ണമാണ് വാസ്തവത്തിൽ ഈ ജാഗ്രസ്വപ്ന സുഷുപ്തി പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന പരമാത്മാവിനെ സൂചിപ്പിക്കുന്നത്. അതാണ് ഈ ഓങ്കാരത്തിന് ഇത്രയധികം പ്രാധാന്യം. എന്ത് ജപമുണ്ടോ സ്തുതിയുണ്ടോ അതിൻ്റെയൊക്കെ മുൻപിൽ ഓങ്കാരം എന്നൊന്ന് പറയും നമ്മൾ. അത്ര വിശേഷപ്പെട്ടതാണ്. ഇതിന് നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്താനുള്ള ശക്തിയുണ്ടത്രേ. അതുമാതിരി ഈ പീനിയൽ ഗ്ലാൻഡ് അതിനെ ഉജ്ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ജാഗ്രസ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയ. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഭാഗവതം പറയുന്നത് എന്താ? ബുദ്ധിയുടെ പ്രവർത്തന ഫലമാണ് എന്ത്? ജാഗ്രസ്വപ്നം സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥ. എനിക്ക് തോന്നുന്നു ഇതേമാതിരി ഒരാൾ ഇവിടെ പറഞ്ഞിട്ടില്ല. ബുദ്ധിയുടെ വൃത്തികളാണെന്ന്, അതുമാതിരി ഗുണങ്ങൾ ചിത്തപ്രഭവങ്ങളാണെന്ന് അതും ആരും പറഞ്ഞിട്ടില്ല. വേറെ ശാസ്ത്രത്തിൽ കാണുമെന്ന് സംശയമാണ്. താസാം വിലക്ഷണോ ജീവ. ഇവ 3ൽ നിന്നും വിലക്ഷണമാണ് ജീവൻ. ഇത് വെറും ഒരു വാക്കാണോ? ഭാഗവതം പറയുന്നു, കൃഷ്ണൻ പറയുന്നു, ശാസ്ത്രം പറയുന്നു. എങ്ങനെയാ അത് വിശ്വസിക്കാണ്ടിരിക്കുക? അങ്ങനെ ഒരു ശാസ്ത്രം നമുക്കില്ല. ശാസ്ത്രം എന്ത് പറയുമ്പോഴും ഗുണദോഷപൂർവകം വിചിന്തനം ചെയ്ത്, വിവേചനം ചെയ്ത്, തത്വവിചാരം ചെയ്ത്, റീസണബിളായി യുക്തിസഹമായി ഉറപ്പിച്ചാലേ ശാസ്ത്രമാവുള്ളൂ. അപ്പോൾ ഈ ദേഹവിലക്ഷണമാണ് ജീവൻ എന്നുള്ളതിന് എന്താ പ്രമാണം? സാക്ഷിത്വേന വിനിശ്ചിത. സാക്ഷിത്വേന. നിങ്ങൾ പ്രേക്ഷകർ ഓരോരുത്തരും ഇരുന്ന് ആലോചിക്കൂ. എന്ത്? നിങ്ങളെല്ലാവരും അവനവനെ പരാമർശിക്കുന്നത് ഞാൻ എന്ന വാക്കുകൊണ്ടാണ്. ഞാൻ എന്നുള്ള വാക്കുകൊണ്ടാണ്. ആ ഞാൻ സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്ന് ഈ ഇരുന്ന ഇരിപ്പിൽ നിങ്ങൾ പറയണം. ഇരുന്ന ഇരിപ്പിൽ പറയണം. അത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അംഗങ്ങളും ഉപാംഗങ്ങളുമാണോ, അതോ ഇവയ്ക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ഒന്നിനെ കുറിച്ച് പറയുന്നുവോ? എണീറ്റപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ എണീറ്റിരിക്കണു എന്ന് പറഞ്ഞു, അറിഞ്ഞു. വൈകുന്നേരം ആവുമ്പോഴോ എനിക്ക് ക്ഷീണമായി, ഞാൻ കിടക്കാൻ പോവാ, ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞു. എന്നിട്ടോ ഉറങ്ങിയെന്ന് പറയും. അപ്പം എന്തായി? ഞാൻ എണീറ്റു എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയിരുന്നു, ഉറക്കം വിട്ട് ഞാൻ എണീറ്റു. അത് കഴിഞ്ഞ് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയ അനുഭവങ്ങളും കഴിഞ്ഞു. വൈകുന്നേരം ഇതാ കിടന്നുറങ്ങാൻ പോണു. ഇന്നലത്തെ ഉറക്കത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ടായി. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പരാമർശിക്കുന്നത്? ഞാനായിട്ട് പരാമർശിക്കുന്നുവോ അതോ എനിക്കുണ്ടായ അനുഭവമായി പരാമർശിക്കുന്നുവോ? കേൾക്കുന്നുണ്ടോപ്പാ? ഞാനാണ് ഉണർന്നത്, ഞാനാണ് ഉറങ്ങിയത്, ഞാനാണ് സ്വപ്നം കണ്ടത്. ഇത് 3ഉം എനിക്കുള്ള അനുഭവമാണ്. ഞാൻ എന്നെ അനുഭവിക്കുകയല്ല, എനിക്കുണ്ടായ അനുഭവം. ഉണർച്ച എന്ന് പറയുന്നത് എനിക്കുണ്ടായ വേറെ ഒരു അനുഭവമാണ്. ഉറക്കം എന്നുള്ളതോ അതും വേറെ, സ്വപ്നം എന്നുള്ളതോ വേറെ. ഇങ്ങനെ 3 കാര്യത്തെയും അനുഭവിച്ച് 3നും സാക്ഷിയായിരിക്കുന്നതല്ലേ ഈ ഞാൻ? അല്ല എന്ന് നിങ്ങൾ പറയുമോ? എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഞാനല്ല ശരീരം. എൻ്റെ മനസ്സ് ബുദ്ധി എന്ന് പറയുമ്പോൾ ഞാനല്ല മനസ്സ് ബുദ്ധി. എൻ്റെ ഉറക്കം എന്ന് പറയുമ്പോഴോ ഉറക്കമല്ല ഞാൻ. എൻ്റെ സ്വപ്നം ഒക്കെ വേറെയാണ്. ഇതിനെല്ലാറ്റിനും സാക്ഷിയായിട്ടിരിക്കുന്നവനാണ് ഞാൻ. സാക്ഷി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എന്തിന് സാക്ഷിയാണോ ആ സാധനം വേറെയാണ്. ഇല്ല, എൻ്റെ മുൻപിൽ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറയെ ഞാൻ കാണുന്നു. ആ ക്യാമറയിൽ ഒരു ചെറിയ ചുവന്ന വെളിച്ചമുണ്ട്. ഇതിനെയൊക്കെ ഞാൻ കാണുക. അപ്പോൾ ആ ക്യാമറയ്ക്ക് ഞാൻ സാക്ഷിയാണ്. അപ്പോൾ സാക്ഷിയായിരിക്കുന്ന ഞാൻ ക്യാമറയാണോ? അല്ല. എനിക്കുണ്ടായ ഉറക്കം, ആ ഉറക്കം വിട്ട് ഞാൻ എണീറ്റു. അപ്പോൾ ഉറങ്ങി, എണീറ്റു, സ്വപ്നം കണ്ടു എന്ന് പറയുന്ന 3 എണ്ണത്തിനെയും സാക്ഷി രൂപത്തിൽ കാണുകയാണ്. ഉറക്കത്തിൻ്റെ സാക്ഷിയാരോ, ഉണർവിൻ്റെ സാക്ഷിയാരോ, സ്വപ്നത്തിൻ്റെ സാക്ഷിയാരോ? 3 എണ്ണം ഉണ്ടോ? ഇല്ല. ഒക്കെ ഞാൻ തന്നെയാണ്. ഉറങ്ങിയവൻ ഞാൻ, എണീറ്റവൻ ഞാൻ, സ്വപ്നം കണ്ടവൻ ഞാൻ. അപ്പോൾ ഈ സാക്ഷിത്വം എന്നുള്ളതാണ് അവിടെ ഉള്ളത്. സാക്ഷിത്വേന വിനിശ്ചിത.
ജാഗ്രത് സ്വപ്ന സുഷുപ്തം ച ഗുണതഃ ബുദ്ധിവൃത്തയ. അപ്പം ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് ഊന്നി പറയാനുള്ളത് ബുദ്ധിയുടെ വൃത്തികളാണ് ഈ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന് ശ്രീമദ് ഭാഗവതം തറപ്പിച്ച് പറയുന്നു എന്നുള്ളതാണ്. ഇത് വലിയ ഒരു ജ്ഞാനപ്രസ്താവനയാണ്. ഇത്ര വ്യക്തമായിട്ട് വേദാന്തത്തിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അപ്പോൾ ഭാഗവതം എന്ന് പറയുന്ന പുസ്തകം എങ്ങനത്തതാ? നിങ്ങൾ തന്നെ പറയൂ. ഇതൊക്കെ ആർക്കറിയാനുള്ളതാ? ഭക്തന്മാർക്ക് അറിയാനുള്ളതല്ലേ? അതോ സ്വാമിജി ഇതൊന്നും ഞങ്ങൾ കേൾക്കണില്ല, ഇതൊക്കെ ജ്ഞാനസദസ്സിൽ ചെന്നേ അവരോട് പറഞ്ഞോളൂ, ബുദ്ധിയുള്ളവരോട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ പോവാ? പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ഭക്തന്മാരെന്ന് പറയുക? ഭക്തനാണെങ്കിൽ ഭഗവാൻ പറയുന്നത് ചെവി കൊടുത്ത് കേൾക്കണം, കടം മേടിച്ച് കേൾക്കണം. ഭഗവാനെ പറയൂ, ഞങ്ങൾക്ക് മനസ്സിലാവാൻ വിഷമാവാം, പക്ഷേ മനസ്സിലാക്കി തരൂ, അങ്ങയുടെ പ്രസാദം കൊണ്ട് ഞങ്ങൾക്ക് വെളിവ് വരട്ടെ. ഉദ്ധവൻ യാചിച്ചത് എന്താ? സോഹം മമാഹമിതി മൂഢമതിർ വിഗാഢ. ശരീരത്തിൽ ഞാനെന്നും ശരീരത്തിൻ്റെ ബന്ധുക്കളോടും ഉപയോഗ വസ്തുക്കളോടും എൻ്റേത് എന്നുള്ള ഇതിൽ ആണ്ട് കിടക്കുകയാണ്, ചേറിൽ കിടക്കണ മാതിരി എൻ്റെ ബുദ്ധി. അതുകൊണ്ട് കൃഷ്ണ, അങ്ങ് പറഞ്ഞ മാതിരി പെട്ടെന്ന് വിട്ടങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പോകത്തക്ക വിധത്തിലുള്ള ഉപദേശം എനിക്ക് തരണം. സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. അങ്ങ് പറഞ്ഞതുപോലെ അനുസരിക്കാനുള്ള ശക്തി ഉണ്ടാവത്തക്ക വിധത്തിൽ എൻ്റെ മനസ്സിലുള്ള ആ കെട്ടുപൂട്ടുകളും വ്യാമോഹങ്ങളും ഒക്കെ നീക്കി എന്നെ ശക്തനാക്കി തെളിച്ചമുള്ളവനാക്കി തരണം എന്ന് പറഞ്ഞ് അതിന് മറുപടിയാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ ഇത് ഭക്തന്മാർക്ക് കേൾക്കാനുള്ളതല്ലേ? അതെ 1000 തവണ. അതിലേതെങ്കിലും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പിൻവാങ്ങേ അല്ലെങ്കിൽ ഇത് ശുഷ്കം എന്നോ പറഞ്ഞാലുണ്ടല്ലോ, ആ പാപം മാറ്റിവെക്കാൻ പറ്റില്ല. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. സ്വാദു പദേ സ്വാദു ദിനേ. ഓരോ ദിവസം ചെല്ലുന്തോറും സ്വാദിഷ്ടമാണ് ഭാഗവതം. ഓരോ പദത്തിലും അത് കൂടുതലാണ്. ജീവൻ ഈ ജാഗ്രതുമല്ല, സ്വപ്നവുമല്ല, സുഷുപ്തിയുമല്ല. ഇത് തെളിയിക്കുന്നത് എപ്പോഴാണ്? ഉറക്കത്തിലാണ്. ഞാൻ ഉറങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കിടന്നുറങ്ങി? ഏതെങ്കിലും വസ്തുക്കളോട് കൂടിയിട്ടാണോ കിടന്നുറങ്ങിയത്? നിങ്ങൾ കിടന്നത് കട്ടിലിൻ്റെ മുകളിലാണ്, കോസരിയിലാണ്. ഉറങ്ങിയപ്പോഴോ അവിടെ കട്ടിലോ കോസരിയോ വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? ശരീരം പോലും പോയി, മനസ്സ് പോലും പോയി, ബുദ്ധിയും പോയി, അഹങ്കാരവും പോയി. ഒന്നും അറിയാതെ മെയ് മറന്ന് ഞാൻ ഉറങ്ങിയെന്നാണ് പറയുന്നത്. മെയ് മറന്ന് ഞാൻ ഉറങ്ങി. അപ്പം ആ ഉറങ്ങിയ ഞാനിൽ ദേഹം ഉണ്ടായിരുന്നോ? ഇല്ല. മനസ്സുണ്ടായിരുന്നോ? ഇല്ല. ബുദ്ധി ഉണ്ടായിരുന്നോ? ഇല്ല. അഹങ്കാരമുണ്ടായിരുന്നോ? ഇല്ല. പിന്നെയാണോ ഈ ലോകം? ഇല്ല. അപ്പോൾ ഒന്നുമില്ലാതെ ഞാൻ മാത്രമായി കിടന്ന് 7 മണിക്കൂറോ 8 മണിക്കൂറോ 9 മണിക്കൂറോ ഉറങ്ങിയാൽ നിങ്ങൾ എന്തു പറയണം? ഈ ഞാൻ സാക്ഷിയല്ലേത്? അത് ദേഹവിലക്ഷണമല്ലേ? മനോവിലക്ഷണമല്ലേ? ലോകവിലക്ഷണമല്ലേ? ഒറ്റയ്ക്കാണല്ലോ കിടന്നുറങ്ങിയത്. അതും 8 മണിക്കൂറോളം മറ്റെല്ലാം വിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ബാക്കിയുള്ളതിനെ വിടാൻ പറ്റുമോ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ പറയും. വിട്ടിട്ടാണ് 8 മണിക്കൂർ കിടന്നുറങ്ങണത്. 8 മണിക്കൂർ വിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വിട്ടിരുന്നൂടെ ജാഗ്രതയിൽ ധ്യാനിച്ചിട്ട്? മറുപടി പറയും കൂട്ടരെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ആലോചനാശീലമുണ്ടെങ്കിൽ വഴിമാറി പോകാൻ പറ്റില്ല. സാക്ഷിത്വേന വിനിശ്ചിത. ഇനി നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ചിന്തകന്മാർ, വിചക്ഷണന്മാർ അവരാലോചിച്ച് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ജാഗ്രസ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയ താസാം വിലക്ഷണോ ജീവ സാക്ഷിത്വേന വിനിശ്ചിത. ഇപ്പം മനസ്സിലായോ ഐഡിയ? ഒരു സമാധാനത്തോടു കൂടി ഞാൻ പറയട്ടെ ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. നമ്മുടെ പ്രേക്ഷകന്മാർക്ക് മനസ്സിലായി എന്ത്? ഈ ഞാൻ എന്ന് പറയുന്നത് സാക്ഷിയാണ്. ബാക്കിയുള്ളതൊക്കെ ദർശിക്കപ്പെടുന്നതോ ഗ്രഹിക്കപ്പെടുന്നതോ ആണ്. ഒക്കെ ദൃശ്യമാണ്. ഈ ഞാൻ ദ്രഷ്ടാവാണ്, ദൃക്കാണ്, സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അനുഭവിക്കുന്നുവോ കാണുന്നുവോ കേൾക്കുന്നുവോ അതൊന്നുമല്ലാതെ അകന്നു നിൽക്കുന്നവൻ, കേൾക്കലും കാണലും മാത്രം ചെയ്യുന്നവൻ, ആ സാക്ഷിത്വേന വിനിശ്ചിത. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കിതൊക്കെ വിടാൻ എന്താ വിഷമം? പ്രപഞ്ചം എത്ര വലുതോ ആയിക്കോട്ടെ, എൻ്റെ കണ്ണിൽ നിന്ന് അകന്നിരിക്കുന്നതാണ് ദൃശ്യവസ്തുക്കൾ. കണ്ണിൽ നിന്ന് അകന്നിരിക്കുന്ന വസ്തുക്കൾ എൻ്റെ മനസ്സിലെങ്ങനെയാണ് ഒന്നായി തീരുക?
എങ്ങനെയാ ഒന്നായി തീരുക? എനിക്കൊരു സാധനം കാണണമെങ്കിൽ ഇതാ ഇങ്ങനെ പിടിക്കണം, അത് എന്നിൽ നിന്ന് അകന്നിരിക്കുക, അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇന്ദ്രിയങ്ങളിൽ നിന്ന് പോലും അകന്നിരിക്കുന്നതാണ് ലോകമെങ്കിൽ മനസ്സിൽ നിന്ന് അകന്നിരിക്കുന്നതല്ലേ? എന്താ അവർ മിണ്ടാത്തെ? മനസ്സിൽ നിന്ന് അകന്നിരിക്കുന്നതല്ലേ? പിന്നെ എന്താ അത് ഒട്ടി ഒട്ടിയെന്ന് നിങ്ങൾ പറയുന്നത്? വെറും മൂഢത, അറിവില്ലായ്മ, അജ്ഞാനം, ആലോചനശീലമില്ലായ്മയാണ് അതിന് കാരണം. നിങ്ങൾ ബാക്കി പലതിനെയും കുറിച്ച് ആലോചിക്കുന്നു. മിടുമിടുക്കന്മാരാണ് നിങ്ങൾ. എത്ര MBA എൻ്റെ മുൻപിൽ ഉണ്ടാവുക അപ്പോൾ ഇത് കേൾക്കാൻ? എത്ര അധ്യാപകന്മാരാണ്, എത്ര പ്രൊഫസേഴ്സാണ്, എത്ര കോർപ്പറേറ്റ് ഒഫീഷ്യൽസാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ അവർ ബുദ്ധിയില്ലാത്തവരാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അവരുടെ ബുദ്ധി ബഹിർമുഖമാണ്, ബാഹ്യം അത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. ഈ ഒരു സത്യത്തിനെ കുറിച്ച്, ഇത് ആരുടെ സത്യ? വല്ലവരുടെയല്ല, അയൽവക്കക്കാരനെയല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള സത്യമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഞാൻ എന്നുള്ള വാക്കുണ്ടല്ലോ, ആ വാക്ക് സൂചിപ്പിക്കുന്നത് സാക്ഷിയാണ്, ബാക്കി ദൃശ്യത്തെയല്ല. യർഹി സംസൃതി ബന്ധോയം ആത്മനോ ഗുണവൃത്തിതഃ മയി തുര്യേ സ്ഥിതോ ജഹ്യ ത്യാഗഃ തദ് ഗുണചേതസാം. ഇതിനെ എല്ലാറ്റിനെയും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുവല്ലോ. ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു ടോൾ ഓർഡർ, ഉയർന്ന ഒരു ഓർഡർ തന്നിട്ട് കൃഷ്ണൻ രക്ഷപ്പെടുന്നില്ല. അത് പറയുമ്പോൾ ഉപേക്ഷിക്കാനുള്ള വഴി എന്ത് എന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദേഹത്തെപ്പോലെ ഈ പ്രപഞ്ചം മുഴുവനും ജീവന്റെ ദേഹമാണ്, അനുഭവിക്കാനുള്ളതാണ്, അനുഭവത്തിന് സഹായിക്കുന്നതാണ്. ആ രണ്ടിനെയും ഉപേക്ഷിക്കണം. എങ്ങനെ? രണ്ടിൻ്റെയും സാക്ഷിയാണ് എന്ന് മനസ്സിലാക്കി ഉപേക്ഷിക്കണം. യർഹി സംസൃതി ബന്ധോയം ആത്മനോ ഗുണവൃത്തിതഃ. ഈ സംസൃതി ബന്ധോയം, അയം സംസൃതി ബന്ധ, എന്താ അതിനർത്ഥം? സംസാരം എന്ന് പറയുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ സ്വാമിജി? കാണുന്നത് ദൃശ്യം, കേൾക്കുന്നത് ശ്രവ്യം, തൊടുന്നത് സ്പർശങ്ങൾ, ഘ്രാണങ്ങൾ, രസങ്ങൾ. ഈ പ്രപഞ്ചം എങ്ങനെയൊക്കെ വേണമെങ്കിൽ ആയിക്കോട്ടെ, നമ്മുടെ ഭാഷയിൽ നമ്മൾ അനുഭവിക്കുന്നത് ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം, 5 ആയിട്ടാണ്. ആ 5 നമ്മുടെ ബന്ധം. ആത്മനോ ഗുണവൃത്തിതഃ. ഇത് സത്വരജസ്തമോ ഗുണങ്ങൾ വരുത്തി തീർക്കുന്നതാണ് ആത്മാവിന് ഈ ബന്ധം. അങ്ങനെ നിങ്ങൾക്ക് തോന്നലുണ്ടല്ലോ ഒരു ബന്ധമുണ്ടെന്ന്. ആ ബന്ധത്തെ നിങ്ങൾ എന്തു വേണം? മയി തുര്യേ സ്ഥിതോ ജഹ്യാത്. ഇപ്പം നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വേണമെന്ന് എനിക്ക് തോന്നുക. ഇതിപ്പോൾ കാണാത്തൊരു ഓഡിയൻസിനെ ഞാനിങ്ങനെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലായാൽ തന്നെ പിന്നെ ഞാൻ പറയുന്നില്ല. നിങ്ങളിത് മനസ്സിലാക്കണമല്ലോ. മയി തുര്യേ സ്ഥിതോ ജഹ്യാത് എന്നാണ് പറയുന്നത്. തുര്യം എന്നുള്ള വാക്കിന് അർത്ഥം 4മത്തത് എന്നാണ്. എന്താ ഈ 4മത്തത്? 3 എന്താ? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്നതാണ് 3. അപ്പം പിന്നെ 4മത്തത് എന്താ? 4മത്തതോ ഈ 3 അല്ലാത്തത്? 3 ഉണ്ടല്ലോ. ഇനി അതിൻ്റെ ഉള്ളിൽ 4മത്തതിനെ നമ്മൾക്ക് കണ്ടുപിടിക്കണം. ആ 4മത്തതാണ് ഈ സാക്ഷി. ഏതാ 4മത്തത്? ആരാ ഉണർന്നത്? ഞാനാ ഉണർന്നത്. ആരാ ഉറങ്ങിയത്? ഞാനാ ഉറങ്ങിയത്. ആരാ സ്വപ്നം കണ്ടത്? ഞാനാ സ്വപ്നം കണ്ടത്. ഉണർന്നിരിക്കുന്ന അവസ്ഥ വിട്ട് ഉറങ്ങി. ആ ഉറക്കം ഉണർവില്ലാതെയായിട്ടാണ് ഉറക്കം വരുന്നത്. ഉറക്കത്തിൽ നിന്നും ഒരു ബ്രേക്ക് ഉണ്ടായിട്ടാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിൽ നിന്നും പിന്നെ രണ്ടാമത് ഉണരുന്നു. അപ്പോൾ ഈ 3 ഒന്ന് വിട്ട് ഇല്ലാതെയായി മാറി വരികയാണ്. അപ്പോൾ ഉറക്കത്തിന് ഉണർവ് രചിക്കാൻ പറ്റില്ല, സ്വപ്നം രചിക്കാൻ പറ്റില്ല. ഓരോന്നും പോയിട്ടാണ് വേറെ ഓരോന്ന് വരുന്നത്. ഈ 3 വിട്ടൊരു 4 ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ 4നെ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് പറയുന്നത്. ഇതിന് ശാസ്ത്രീയമായിട്ട് അന്വയം, വ്യതിരേകം എന്നുള്ള സിദ്ധാന്തങ്ങളും ന്യായങ്ങളുമാണ് പ്രയോഗിക്കുക. ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ് നമ്മൾ, ജാഗ്രത. ആ ജാഗ്രതങ്ങൾ ഇല്ലാതെയായിട്ടാണല്ലോ ഉറക്കം വരുന്നത്. അപ്പം ജാഗ്രതത്തിന് ഉറക്കത്തിന് രചിക്കാൻ പറ്റില്ല. ജാഗ്രത ഇല്ലാതെയായതേ ഉള്ളൂ. ഈ ജാഗ്രതത്തിന് പോകാൻ വെച്ച് ഉറക്കം ജനിപ്പിച്ചത് അവിടെ വേറെ ഒരു ഘടകം ഉണ്ടാവണം. ഈ ഉറക്കത്തിൽ സ്വപ്നം കാണാൻ ജാഗ്രത റെസ്പോൺസിബിൾ ആവുമോ? ജാഗ്രത കൊണ്ടോ ഉറക്കത്തിലുള്ള സ്വപ്നം വരുമോ? വരില്ല. ഉറക്കത്തിൽ നിന്ന് സ്വപ്നം വന്നു, സ്വപ്നത്തിൽ നിന്ന് ഉണർത്താൻ ഈ ഉറക്കത്തിന് സാധിക്കുമോ? ഉറക്കം വിട്ടിട്ടാണ് സ്വപ്നത്തിലേക്ക് പോണത്. അപ്പം ഈ 3 അവസ്ഥകളും തനതായിട്ട് നിൽക്കുന്നില്ല, ഓരോന്നും ഇല്ലാതെയാവും. അപ്പം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ മറ്റു 2 ഇതിനും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ഈ 3 ആവർത്തിച്ച് നമുക്ക് വരുന്നത് എങ്ങനെയാണ്? എല്ലാ ദിവസവും വെളുപ്പാൻ കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് എഴുന്നേറ്റു, ഒരു 10, 16, 14 മണിക്കൂർ എണീറ്റിരുന്നു, അത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി. 8 മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ സ്വപ്നവും കണ്ടിട്ടുണ്ടെങ്കിൽ സ്വപ്നം കണ്ടു, എന്നിട്ട് എണീറ്റു.
അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഇത് മൂന്നും ഉണ്ടാവണമെങ്കിൽ അവിടെ നാലാമത്തെ ഒരു ഘടകം വേണം കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. ആ നാലാമത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ സാക്ഷിയായിരിക്കുന്ന ആത്മാവിന് പറയുന്നത്. യർഹി സംസൃതി ബന്ധോയം ആത്മനോ ഗുണവൃത്തിത മയി തുര്യേ സ്ഥിതോ ജഹ്യാത് ത്യാഗസ്തദ് ഗുണചേതസാം. അപ്പം നിങ്ങൾക്ക് ഞാൻ എന്നുള്ളത് സാക്ഷിയായിട്ടൊരു നാലാമത് നിൽക്കുന്നതാണ് എന്ന് ബോധ്യം വന്നാൽ വേണ്ട, ഉറപ്പായില്ലേ? ഞാൻ ഉറക്കമല്ല, ഉണർച്ച എന്ന് പറയുന്നതുമല്ല, സ്വപ്നവുമല്ല. ഇത് മൂന്നും കണ്ടറിഞ്ഞ് ഓർമ്മ വെച്ച് പറഞ്ഞ് മനസ്സിലാക്കാനായി നിൽക്കുന്ന ഒരു സാക്ഷിയാണ്. ആ സാക്ഷിയാണ് നിങ്ങളുടെ സ്വഭാവമെങ്കിൽ ആ സാക്ഷിത്വേന വിനിശ്ചിത ഉറച്ചു നിന്നിട്ട് മയി തുര്യേ സ്ഥിതോ. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയാ? ജാഗ്രതയിൽ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത്. എനിക്ക് ഈ ജാഗ്രത വിട്ട് 6 മണിക്കൂറോ 8 മണിക്കൂറോ ഞാൻ പ്രതിദിനം ഉറങ്ങുന്നു എന്നുള്ള ഒരു ഓർമ്മ പോലും നിങ്ങൾക്കില്ല. മനുഷ്യൻ ജാഗ്രത കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? 2 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക? ഡോക്ടറെ ഉറങ്ങിയിട്ടില്ല, എന്തെങ്കിലും ഉറക്ക ഗുളികയോ ഇഞ്ചക്ഷനോ തന്നെ എന്നെ ഉറക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചൊല്ലും. ഉറക്കമാണല്ലോ ഈ ഉണർവിന് ആധാരമായിട്ടുള്ളത്. ഉറക്കത്തിലാണ് നഷ്ടപ്പെട്ട സെൽസൊക്കെ രണ്ടാമത് ഇരുട്ടിലും ഉറക്കത്തിലുമാണ് ഉണ്ടാവുന്നത് കൂടുതൽ. അപ്പോൾ ഉറക്കമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ഉറക്കത്തിൽ നമുക്ക് പലപ്പോഴും സ്വപ്നം വരുന്നു, സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുമുണ്ട്. അപ്പോൾ അതിന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ മൂന്നുമല്ലാതെ മൂന്നിനെയും മാറി മാറി വരുത്തി ഓരോന്നിലും സ്ഥിതി ചെയ്യുന്ന നാലാമതൊരു ഘടകമുണ്ട്. അതാണ് ഞാൻ. ആ നാലാമത് ഒന്നുമല്ല, രണ്ടുമല്ല, മൂന്നുമല്ല, അത് വേറെ ഒരെണ്ണാണ്. ആ മയി തുര്യേ, നാലാമത് എന്നുള്ള വാക്കിന് അതാണ് അർത്ഥം. തുര്യം എന്ന് പറഞ്ഞാൽ നാലാമത്. മയി തുര്യേ സ്ഥിത, അതിൽ ഉറച്ചങ്ങോട്ട് നിൽക്കൂ. ഞാൻ ഉറക്കമല്ല, ഉറങ്ങിയവനാണ്, ഉറക്കം ജനിപ്പിച്ചവനാണ്, ഉറക്കത്തിന് സാക്ഷിയായിരുന്നവനാണ്. ഞാൻ ഉണർച്ചയല്ല, ജാഗ്രതല്ല, ജാഗ്രതനെ കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും സാക്ഷിയായിട്ടിരിക്കുന്നവനാണ്. ഞാൻ സ്വപ്നമല്ല, സ്വപ്നദ്രഷ്ടാവാണ്. അങ്ങനെ എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന ഞാൻ ആ സാക്ഷിത്വത്തിൽ ഉറച്ചു നിന്ന് ബാക്കി മൂന്നിനെയും അങ്ങോട്ട് വിട്ടേക്കൂ. ത്യാഗസ്തദ് ഗുണചേതസാം, ആ ഗുണങ്ങളെയും ചേതസ്സുകളെയും ഇത് എൻ്റെ അല്ല, തൊലി പുറമേയുള്ളതാണ്. അങ്ങനെ വിചാരിക്കുമ്പോൾ ത്യാഗത്തിന് ഒരു വിഷമം ഉണ്ടാവില്ല. അല്ലാതെ നിങ്ങൾ പിടിച്ചു പറിച്ച് മാറ്റണം, എൻ്റെ മക്കളോടുള്ള ആശാപാശം എങ്ങനെ പോവും? ആശാപാശം എവിടെയാ? മനസ്സിലാണ്, ബുദ്ധിയിലാണ്. ആ ബുദ്ധിയിലുള്ള ആശാപാശത്തിനെ നീക്കാൻ സത്യം കൊണ്ടേ പറ്റുള്ളൂ, അറിവ് കൊണ്ടേ പറ്റുള്ളൂ. ത്യാഗസ്തദ് ഗുണചേതസാം, ആ ഗുണങ്ങളെയും മനസ്സിനെയും ത്യജിക്കുന്നതാണ് ത്യാഗം. ഗുണങ്ങളെയും മനസ്സിനെയും ത്യജിക്കുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഈ ഗുണങ്ങളും മനസ്സും ഞാനല്ല, ഞാൻ അവയ്ക്ക് സാക്ഷിയാണ് എന്ന് വിചാരിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ പറയണത്. നിങ്ങൾക്ക് എന്ത് ത്യജന അവിടെ ആവശ്യം? ത്യജിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ വേറെ വല്ലതും ആയിട്ടുണ്ടെങ്കിൽ അല്ലേ എനിക്ക് എടുത്തു മാറ്റണ്ടു. ഞാൻ എപ്പോഴും സാക്ഷിയായിരിക്കുന്ന ഞാൻ എന്തിനു ഉപേക്ഷിക്കും? ഒന്നിനെയും ഉപേക്ഷിക്കില്ല. സാക്ഷിയാണെന്നുള്ള ബോധം വന്നാൽ തന്നെത്താനെ ഈ ഗുണചേതസ്സുകൾക്ക് ഇഫക്റ്റ് ഇല്ലാതെ ആയിത്തീരും. നിങ്ങളെ പിടിച്ച് കുലുക്കാനൊന്നും പിന്നെ പറ്റില്ല, അവിടെ നിൽക്കും. അങ്ങനെ ഗാന്ധാരി 2 തവണയാണ് ജീവിതത്തിൽ കണ്ണ് തുറന്നത്, കെട്ടിയിട്ടുള്ള കണ്ണ്. അതിൽ ഒരെണ്ണം മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം. ഞാനിത് മുമ്പും പറഞ്ഞു കാണും, ഈ പ്രസക്തമാണെന്ന് തോന്നുമ്പോൾ പറയുക. കണ്ണങ്ങോട്ട് തുറന്ന് ആ കുരുക്ഷേത്രം പടക്കളം കണ്ടപ്പോൾ സഹിച്ചില്ല അത്രേ. ആർക്ക്? ഗാന്ധാരിക്ക്. ഉടനെ പറഞ്ഞു അത്രേ, കൃഷ്ണ, നീ കാരനാണ് ഈ കുരുത്തക്കേട് മുഴുവൻ ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് നിന്റെ വംശവും ഇതേപോലെ തമ്മിത്തല്ലി ചാവട്ടെ എന്ന് ഒരു ശാപം. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് കേട്ടു അത്രേ. നിങ്ങളാണെങ്കിലോ പിന്നെ കേരളത്തിലല്ല ഭാരതത്തിൽ തന്നെ ക്ഷേത്രം ഉണ്ടാവില്ല പോയി വഴിപാട് കഴിക്കാത്തത്. കൃഷ്ണൻ ഒരു കൂസലുമില്ല, മിണ്ടാതെയിരുന്നു. ത്യാഗസ്തദ് ഗുണചേതസാം, ഈ ഗുണചേതസ്സുകളെ എൻ്റെ അല്ല, ഞാനല്ല എന്നുള്ള അറിവാണ് അവിടെ ത്യാഗം. നിങ്ങളുടെ അല്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ ത്യജിക്കണു? ഉറങ്ങിയത് കൊണ്ട് നിങ്ങൾ ഉറക്കമായിട്ടില്ല, ഉണർന്നിരുന്നത് കൊണ്ട് നിങ്ങൾ ഉണർവായിട്ടില്ല, സ്വപ്നം കണ്ടതുകൊണ്ട് നിങ്ങൾ സ്വപ്ന ദൃശ്യമായിട്ടില്ല. ആയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പേടി? പിന്നെ ഉപേക്ഷിക്കണോ? അപ്പോൾ ഈ ഉപേക്ഷ എന്ന് പറയുന്നത് എന്താ? പ്രബുദ്ധതയാണ്. ശരിയായിട്ടുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. ആ ബോധം വരുന്നതോടുകൂടി ഈ ഗുണങ്ങൾക്കും ചേതസ്സുകൾക്കും
അവയ്ക്കുള്ള സ്വാധീനം ഇല്ലാതെയായി പോയി പോവും. ഗുണങ്ങളാണ് വാസ്തവത്തിൽ ഈ സംസാര ബന്ധം രചിക്കുന്നത്. ഗുണങ്ങളാണ്. അത് മനസ്സിലാക്കി തുര്യത്തിൽ ഉറച്ചു നിന്ന് ഇത് രണ്ടും എൻ്റെ അല്ല, എന്നിലില്ല, എനിക്കും ഇവയ്ക്കും കൂടി ഒരു സംബന്ധവുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നല്ലപോലെ.